കർത്താവിന്റെ പരിശുദ്ധമായ നാമത്തിൽ നദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ പ്രളയിലൂടെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും, പ്രത്യേകിച്ച് വെബ്സൈറ്റിലൂടെയും ഫേസ്ബുക്കിലൂടെയും തുടർന്ന് കേൾക്കുവാൻ പോകുന്ന ദൈവമക്കൾക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ദൈവവചന പഠനത്തിനായിട്ട് കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ദൈവം ആഗ്രഹിക്കുന്നത് അവൻ യേശുവിനെ കുറിച്ച് അറിയണമെന്നും യേശുവിനെ അറിയിക്കണമെന്നുള്ളതാണ്. അറിയുകയും അറിയിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചുള്ള ദൈവം ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട കർത്തവ്യം എന്ന് പറയുന്നത്. ദൈവവചനം ക്രമമായി പഠിപ്പിക്കുന്നത് ഒരു ക്രൈസ്തവ ശുശ്രൂഷകന്റെ പ്രഥമവും പ്രധാനവുമായ കർത്തവ്യമാണ്. പഠനവും പ്രസംഗവും തമ്മിലുള്ള വ്യത്യാസം ഇന്ന് പലർക്കും അറിയത്തില്ല എന്നുള്ളതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. പഠനവും പ്രസംഗവും രണ്ടാണ്. പഠനം ഒരു കാരണ സഹിതം തെളിയിച്ചു കൊടുക്കുന്നതാണ് പഠനമെന്ന് പറയുന്നത്. ഒരു വിഷയത്തെക്കുറിച്ച് അതെന്താണെന്ന് തിരിച്ചറിയുന്ന ഒരു അനുഭവമാണ് പഠനമെന്ന് പറയുന്നത്. എന്നാൽ പ്രസംഗം ആളുകളെ മാനസാന്തര അനുഭവത്തിലേക്ക് നയിക്കുന്ന അനുഭവമാണ്. ദൈവ ശുശ്രൂഷയ്ക്കായി വ്യക്തികളെയും കൂട്ടങ്ങളെയും പരിശീലിപ്പിക്കുന്നതിന് ആരംഭം കുറിച്ചതായിട്ട് പുസ്തകത്തിൽ പറയുന്നത് ശമൂവേലിന്റെ കാലത്താണ്. ശമൂവേൽ പ്രവാചകന്റെ കാലം മുതൽ 1 ശമൂവേൽ 10-ാം അധ്യായം അതിന്റെ 5 മുതൽ 13 വരെയുള്ള വാക്യങ്ങളൊക്കെ വായിച്ചാൽ അവിടെ അങ്ങനെ ഒരു സ്കൂൾ തന്നെ തുടങ്ങിയതായിട്ട് കാണുവാൻ കഴിയും. ഏലിയാവിന്റെയും എലീശയുടെ കാലത്തും പ്രകാരമുള്ള സ്കൂളുകളും സ്ഥാപനങ്ങളും നിലനിന്നിരുന്നതായിട്ട് കാണുവാൻ കഴിയും. അതുകൊണ്ട് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയട്ടെ, അടുത്ത ദൈവം അനുവദിച്ചാൽ അടുത്ത 14 മാസക്കാലം നമ്മൾ അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകത്തെക്കുറിച്ച്, അതിന്റെ പശ്ചാത്തലത്തെക്കുറിച്ച്, അതിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് ദൈവദാസന്മാരിലൂടെയും ദൈവസഭകളിലൂടെയും ദൈവിക കൂട്ടങ്ങളിലൂടെയും പ്രവർത്തിച്ച പ്രവർത്തികളെ കുറിച്ച് നമ്മൾ ഒരുമിച്ച് ഒന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുക. ഞാൻ എന്നെ സ്നേഹിക്കുന്ന ദൈവവചനത്തോട് താല്പര്യമുള്ള ദൈവമക്കളോട് പറയട്ടെ, പഠിക്കുന്നത് വലിയ അനുഗ്രഹമാണ്. കർത്താവ് തന്നെ പറയുന്നുണ്ട് പുസ്തകത്തിൽ, അറിയുന്നവനെ ഉയർത്തുമെന്ന് പറയുന്നുണ്ട്. അറിയണമെങ്കിൽ പഠിക്കണം. അപ്പൊ പഠിക്കുന്ന ദൈവവചനത്തിന് അറിവ് വർദ്ധിക്കും. ആ അറിവ്, യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ് അവന്റെ ഉയർച്ചയ്ക്ക് കാരണമായി തീരും. അതുകൊണ്ട് ദൈവമക്കൾ പഠിക്കുവാൻ താല്പര്യപ്പെടണമെന്ന് ദൈവനാമത്തിൽ ഞാൻ ഓർപ്പിക്കുന്നു. പഠിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം 2 കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ കയ്യിൽ ഉണ്ടായിരിക്കണമെന്നുള്ളതാണ് നമുക്ക് തിരിച്ചറിവുണ്ടാകുന്ന കാര്യം. ഒന്ന്, ഒരു ബുക്കും ഒരു പേനയും. കാരണം എല്ലാ കാര്യങ്ങളും നമുക്ക് ഓർമ്മയിൽ നിൽക്കത്തില്ല. ചില കാര്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് പിന്നീട് അത് മനസ്സിലാക്കുവാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് അടുത്ത ദിവസങ്ങളിലെങ്കിലും നിങ്ങൾ ഈ ദൈവവചന പഠനത്തിനായി ഈ സമയത്ത് എല്ലാ ശനിയാഴ്ചയും 9 മണി മുതൽ നമ്മുടെ ദൈവവചന പഠനത്തിലേക്ക് കയറുമ്പോൾ ഒരു ബുക്കും ഒരു പേനയും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുന്നത് നല്ലതായിരിക്കുമെന്ന് ഞാൻ ആശിക്കുന്നു. ഇന്ന് നമ്മൾ തിരുവചനത്തിന്റെ ആധികാരികതയെക്കുറിച്ച് ഒരു ആമുഖം മാത്രം എടുത്ത് അടുത്ത ദിവസങ്ങളിൽ അപ്പോസ്തല പ്രവർത്തിയിലേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുന്നു. വളരെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് അപ്പോസ്തല പ്രവർത്തികളുടെ ആധാരമായി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ദൈവമക്കളോട് പറയട്ടെ, പരിശുദ്ധാത്മാവിലൂടെ മാത്രമേ ദൈവസഭയ്ക്ക് അല്ലെങ്കിൽ വ്യക്തികൾക്ക് യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷ ചെയ്യാൻ പറ്റത്തുള്ളൂ. പരിശുദ്ധാത്മാവിന്റെ ശക്തിയില്ലാതെ ഒരു വ്യക്തിക്കും യേശു കർത്താവിന്റെ ശുശ്രൂഷ അനുഭവിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് അപ്പോസ്തല പ്രവർത്തികൾ പഠിക്കുമ്പോൾ വളരെ താല്പര്യത്തോടെ ആഗ്രഹത്തോടെ ഇരുന്നാൽ ആ സമയത്ത് തന്നെ, കേൾക്കുന്ന സമയത്ത് തന്നെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കും, പരിശുദ്ധാത്മാവ് ചലിക്കും. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തികൾ ശരീരത്തിലും കുടുംബജീവിതത്തിലും സഭാമണ്ഡലത്തിലും ദേശത്തും വെളിപ്പെടും. അതുകൊണ്ട് പ്രാർത്ഥനയോടെ പഠിക്കുവാൻ ദൈവനാമത്തിൽ ഞാൻ ഓർപ്പിക്കുകയാണ്. ഒരിക്കൽ കൂടെ പറയാം, ഒരു ക്രിസ്തീയ വിശ്വാസിയെ സംബന്ധിച്ച് ക്രിസ്തുവിനെ അറിയിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ക്രിസ്തു വിശ്വാസിയെ സംബന്ധിച്ച് കർത്താവ് ആഗ്രഹിക്കുന്ന കർത്തവ്യം. വിശുദ്ധ വേദപുസ്തകത്തിൽ പഠിപ്പിക്കുക എന്നത് 123 പ്രാവശ്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിശുദ്ധ വേദപുസ്തകത്തിൽ പഠിപ്പിക്കുക എന്നുള്ളത് 123 പ്രാവശ്യം എഴുതിയിട്ടുണ്ട്. പ്രസംഗിക്കുക എന്നുള്ളത് 41 പ്രാവശ്യവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രസംഗകൻ എന്നത് 1 പ്രാവശ്യവും അധ്യാപകനെന്ന അർത്ഥത്തിലുള്ള ഗുരു എന്നും പല ഭാഗങ്ങളിൽ 68 പ്രാവശ്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ പഠിപ്പിക്കുന്നതിനെ കുറിച്ചുള്ള പ്രാധാന്യത്തെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകം രേഖപ്പെടുത്തി നമുക്ക് മനസ്സിലാകുമല്ലോ. പഠിപ്പിക്കുക എന്നുള്ളത് 123 പ്രാവശ്യം, പ്രസംഗിക്കുക എന്നുള്ളത് 41 പ്രാവശ്യം, അധ്യാപകൻ എന്ന അർത്ഥമുള്ള ഗുരു എന്ന പദം 68 പ്രാവശ്യം.
അതേപോലെ തന്നെ യേശു ക്രിസ്തുവിനെ പ്രവാചകൻ എന്ന് ചിലപ്പോൾ ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാൽ ഗുരു എന്ന പ്രയോഗമാണ് 60 പരം പ്രാവശ്യം നടന്നത്. അപ്പൊ യേശു കർത്താവ് പ്രവാചകൻ എന്ന തലത്തേക്കാൾ ഉപരിയായി പഠിപ്പിക്കുന്ന ഒരു ഗുരുവായിട്ടാണ് പുസ്തകത്തിൽ കൂടുതലും രേഖപ്പെടുത്തിയിരിക്കുന്നത്. 60 പരം പ്രാവശ്യം യേശു ക്രിസ്തുവിനെ ഗുരു അല്ലെങ്കിൽ പഠിപ്പിക്കുന്നവൻ, അറിവുള്ളവൻ എന്ന അർത്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒരുപോലെ പറഞ്ഞിരിക്കുന്ന വിഷയമാണ് പഠനം. ദൈവത്തില് പുതിയ നിയമത്തിൽ മാത്രമല്ല, യേശുക്രിസ്തു മാത്രമല്ല, പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒരുപോലെ പറഞ്ഞിരിക്കുന്ന വിഷയമാണ് പഠനം. മോശ ഇസ്രായേൽ ജനത്തോട് കൽപ്പിച്ചത് തങ്ങളുടെ കുട്ടികളെ ന്യായപ്രമാണം പഠിപ്പിക്കണമെന്നാണ്. ആവർത്തന പുസ്തകം 4-ാം അധ്യായം അതിന്റെ 9 മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്: കണ്ണാലെ കണ്ടിട്ടുള്ള കാര്യങ്ങൾ നീ മറക്കാതെയും നിന്റെ ആയുഷ്കാലത്തൊരിക്കലും അവ നിന്റെ മനസ്സിൽ നിന്ന് വിട്ടുപോകാതെയും ഇരിക്കാൻ മാത്രം സൂക്ഷിച്ച് നിന്നെ തന്നെ ജാഗ്രതയോടെ കാത്തുകൊള്ളുക. അടുത്തത്, നിന്റെ മക്കളോടും മക്കളുടെ മക്കളോടും അവ ഉപദേശിക്കണം. വിശേഷാൽ ഹോരേബ് നിന്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ നിന്ന ദിവസത്തിൽ ഉണ്ടായ കാര്യം മറക്കരുത്. അന്ന് യഹോവ എന്നോട്, ജനത്തെ എന്റെ അടുക്കൽ വിളിച്ചു കൂട്ടുക, ഞാൻ എന്റെ വചനങ്ങൾ അവരെ കേൾപ്പിക്കും. അവർ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന നാളെല്ലാം എന്നെ ഭയപ്പെടുവാൻ പഠിക്കുകയും തങ്ങളുടെ മക്കളെ പഠിപ്പിക്കുകയും വേണം എന്ന് കൽപ്പിച്ചുവല്ലോ. അപ്പോൾ യഹോവയായ ദൈവം മോശയോട് കൽപ്പിച്ച പ്രധാനപ്പെട്ട വിഷയമാണ് പഠിക്കണം, മക്കളെ പഠിപ്പിക്കണം. മാതാപിതാക്കന്മാർ, പിതാക്കന്മാരായിരുന്നു അന്ന് തലമുറകളെ പഠിപ്പിക്കേണ്ടത്. ഇന്ന് അധ്യാപകരെ, സൺഡേ സ്കൂൾ അധ്യാപകർക്ക് നമ്മളത് വിട്ടുകൊടുത്തിരിക്കുക. എന്നാൽ പഴയ നിമിത്തിൽ മോശയുടെ കാലത്ത് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാനുള്ള ഉത്തരവാദിത്വം അവരുടെ പിതാക്കന്മാർക്കായിരുന്നു. ആ പിതാക്കന്മാരോട് പറയുന്ന ഒരു ഭാഗമാണ് നമ്മൾ വായിച്ചു കേട്ടത്. ആവർത്തന പുസ്തകം 4-ാം അധ്യായത്തിൽ അതിന്റെ 9-10 വാക്യങ്ങൾ വായിച്ചു കേട്ടതാണ്. പിതാക്കന്മാരെ നിങ്ങൾ പഠിക്കണം, പഠിച്ചിട്ട് നിങ്ങളുടെ തലമുറയിൽ നിങ്ങൾ പഠിപ്പിക്കണമെന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ശ്രദ്ധിക്കണമേ, അതിന്റെ കുട്ടികളെ ന്യായപ്രമാണം പഠിപ്പിക്കണം. തലമുറകളെ പഠിപ്പിക്കുവാൻ മാതാപിതാക്കളെയും ജനത്തെ പഠിപ്പിക്കുവാൻ പുരോഹിതന്മാരെയും ദൈവം നിയോഗിച്ചിരുന്നു. അപ്പൊ ജനത്തെ പഠിപ്പിക്കുവാൻ പുരോഹിതന്മാരെയും തലമുറകളെ പഠിപ്പിക്കുവാൻ മാതാപിതാക്കന്മാരെയും പുസ്തകം 10-11 അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പുതിയ നിയമത്തിൽ യേശുക്രിസ്തു തന്നെ പറഞ്ഞിരിക്കുന്നത്, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എന്റെ മുഖമേറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ. മത്തായി സുവിശേഷം 11-ാം അധ്യായം 28-ാം വാക്യം. എന്താ പറഞ്ഞത്? യേശു കർത്താവ് പറയുകയാണ്, ശിഷ്യന്മാരെ തെരഞ്ഞെടുത്തതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അവിടെ കൊടുത്തിരിക്കുന്നത് തന്നോടുകൂടെ ഇരിപ്പാനും തന്നിൽ നിന്ന് പഠിപ്പാനും. അപ്പോൾ ഇരിക്കുന്നവന് മാത്രമേ പഠിക്കാൻ പറ്റൂ. പഠിക്കുന്നവനെ കുറിച്ചാണ് പറയുന്നത്. പുറപ്പെട്ട് ആലിയ ദൈവവചനത്തിന്റെ ശക്തിയെ വെളിപ്പെടുത്തുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുവാൻ അധികാരം കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ ദൈവം ഇതിൽ പഠിക്കുന്നത് ആലിയ വളരെ അനുഗ്രഹിക്കപ്പെട്ട കാര്യമാണ്. യേശുക്രിസ്തു ശിഷ്യന്മാർക്ക് നൽകിയ അന്ത്യനിയോഗത്തിലും പഠിപ്പിക്കുന്നതിനെ കുറിച്ച് പരാമർശിച്ചു നമുക്കതറിയാം. നിങ്ങൾ ഭൂലോകമെമ്പാടും പോയി സകല സൃഷ്ടികളോട് സുവിശേഷം അറിയിക്കണം. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വാസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. എന്നിട്ട് അടുത്ത വാക്കുമ്പോൾ ഞാൻ നിങ്ങളോട് ഉപദേശിച്ചതൊക്കെയും അവരെ പഠിപ്പിച്ചും കൊണ്ട് അവരെ ശിഷ്യന്മാരാക്കിക്കൊള്ളുകണം. ഇന്ന് ദിവസങ്ങളിൽ നമ്മുടെ സഭകളിൽ പഠനത്തിന്റെ ആവശ്യകത വർദ്ധിച്ചിരിക്കുന്നു. നമ്മുടെ തലമുറകളിൽ പഠനത്തിന്റെ ആവശ്യകത വർദ്ധിച്ചിരിക്കുന്നു. ഈ ദിവസങ്ങൾ പഠിക്കണമെന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വിഷയമാക്കി മാറ്റുവാൻ ദൈവരാശന്മാർ, ദൈവമക്കൾ തയ്യാറാകണമെന്ന് ദൈവനാമത്തിൽ ഞാൻ ഓർപ്പിക്കുകയാണ്. ദൈവം പഠിക്കുന്നത് വലിയ അനുഗ്രഹമാണ്. പലപ്പോഴും അതിൽ പഠനത്തെ നമ്മൾ ഒരു ഉണർവായിട്ട് കാണാതെ അതിൽ പ്രസംഗങ്ങളെ, ആവേശകരമായ പ്രസംഗങ്ങളെ മാത്രം ഉണർവായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതൊരു ഉണർത്തപ്പെട്ട അനുഭവമല്ല. പഠിക്കുന്ന വ്യക്തിയാണ് ഉണർത്തപ്പെടുന്നത്, അറിവുള്ള വ്യക്തിയാണ് ഉണർത്തപ്പെടുന്നത്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ പഠനത്തിന്റെ ആവശ്യകതയിലേക്ക് മടങ്ങി വരുവാൻ ദൈവനാമത്തിൽ ഞാൻ ഓർപ്പിക്കുകയാണ്. നമുക്കറിയാം, വിശുദ്ധ വേദപുസ്തകം അത് സത്യവേദ പുസ്തകമാണ്. സത്യവേദ പുസ്തകം എന്ന് പറയുവാനുള്ള കാരണം, ഇതിനകത്ത് പ്രതിപാദിച്ചിരിക്കുന്ന വ്യക്തികളെയും സംഭവങ്ങളെയും വിഷയങ്ങളെയും എല്ലാം അതേ രീതിയിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ പല മറ്റു മതഗ്രന്ഥങ്ങളിൽ നിന്ന് വ്യത്യസ്ത എന്ന് പറയുന്നത്, മറ്റു മതഗ്രന്ഥങ്ങളിൽ നല്ല കാര്യങ്ങൾ മാത്രം, വ്യക്തികളുടെ നല്ല കാര്യങ്ങൾ മാത്രം രേഖപ്പെടുത്തുമ്പോൾ ഇവിടെ വ്യക്തികൾക്ക് സംഭവിച്ചിട്ടുള്ള നല്ല കാര്യങ്ങളും അവർ ചെയ്തിട്ടുള്ള തെറ്റായ കാര്യങ്ങളും ഇതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉദാഹരണം, ദാവീദ് ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്തതാണ്. എന്നാൽ അവന്റെ ജീവിതത്തിൽ വന്ന ഒരു പാപത്തെക്കുറിച്ചും അതിനകത്ത് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ശലോമോൻ കർത്താവിൽ നിന്ന് ജ്ഞാനം പിടിച്ചു വാങ്ങിച്ച വ്യക്തിയാണ്. പക്ഷെ അവന്റെ ജീവിതത്തിൽ കുടുംബ ജീവിതത്തോടുള്ള ബന്ധത്തിൽ പരാജയപ്പെട്ട കഥ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നോഹ അത് രക്ഷ പ്രാപിച്ചതിന്റെ കൂട്ടത്തിൽപ്പെട്ട പ്രധാനപ്പെട്ട വ്യക്തിയാണ്. പക്ഷേ ആ വീഞ്ഞു കുടിച്ച് മക്കളായി ചെയ്ത ഒരു
രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹാബേലിന്റെ അനുഗ്രഹിക്കപ്പെട്ട യാഗത്തെക്കുറിച്ചും കായീന്റെ തെറ്റായ മനോഭാവത്തെക്കുറിച്ചും രേഖപ്പെടുത്തിയിട്ടുണ്ട്. പത്രോസിന് കിട്ടിയ ദൈവിക വെളിപ്പാടിനെ കുറിച്ച് ശക്തമായി രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ തന്നെ അവൻ യേശുക്രിസ്തുവിനെ തള്ളിപ്പറയുന്ന രംഗവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തായത് കാരണം, എന്തായത് ചൂണ്ടിക്കാണിക്കുന്നത്? ഇത് സത്യവേദ പുസ്തകമാണ്. ഒന്നും മറച്ചു വെക്കുവാൻ അതിന് കഴിയത്തില്ല. വെളിപ്പെടുത്തിയതെല്ലാം വെളിപ്പെട്ടിരിക്കുന്ന ഒരു പുസ്തകമാണ് വിശുദ്ധ വേദപുസ്തകം. ഞാൻ ഈ വേദപുസ്തകത്തെ അങ്ങേയറ്റം ബഹുമാനിക്കുകയും ആദരിക്കുകയും അതിനകത്ത് വെളിപ്പെടുത്തിയിട്ടുള്ള വിഷയങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുവാൻ കാരണം ഇതൊരു സത്യവേദ പുസ്തകമാണ്. എന്തുകൊണ്ടാണ് തെറ്റും ശരിയും ഒരുപോലെ രേഖപ്പെടുത്തിയത്? അതിലെ ശരി ചെയ്ത് മുൻപോട്ട് പോകുവാനും തെറ്റ് തിരിച്ചറിഞ്ഞ് ആ തെറ്റിലേക്ക് ദൈവമക്കൾ പോകാതിരിക്കുവാനും വേണ്ടിയാണ് ശരിയും തെറ്റും ഒരുപോലെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദൈവമക്കളെ, ഈ വിശുദ്ധ വേദപുസ്തകം എത്രയും വായിക്കാമോ അത്രയും വായിക്കുവാൻ ഞാൻ ദൈവമക്കളെ ഉപദേശിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മൾ അപ്പോസ്തല പ്രവൃത്തികൾ പഠിക്കാൻ കഴിയുക. പഠിക്കുന്ന ദൈവമക്കൾ ആ പുസ്തകം പഠിക്കുന്നതോടൊപ്പം വായിക്കണം. പഠിക്കുന്ന കുഞ്ഞുങ്ങളെ നമുക്കറിയാം, അത് അവർ സ്കൂളിൽ പഠിക്കുന്നു, അത് വീട്ടിൽ വന്ന് ആ പുസ്തകം വായിക്കുന്നു, ആ പഠിപ്പിച്ച വീണ്ടും വായിക്കുന്നു. ഇങ്ങനെയാണ് പരീക്ഷയിലേക്ക് അവർ പോകുന്നത്, ജയമെടുക്കുന്നത്. അതുകൊണ്ട് പഠിക്കുവാൻ താല്പര്യമുള്ള ദൈവമക്കളെ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ പഠിക്കുന്നതോടൊപ്പം ഈ ശനിയാഴ്ച 9 മുതൽ 10 മണി വരെ നിങ്ങൾ പഠിക്കുന്നതോടൊപ്പം ഭവനത്തിൽ ഇരുന്ന് തന്നെ തുടർന്ന് നിങ്ങൾ വിശുദ്ധ വേദപുസ്തകം അപ്പോസ്തല പ്രവർത്തകരുടെ പുസ്തകം വായിച്ച് ഗ്രഹിക്കുവാൻ ദൈവനാമത്തിൽ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. വിശുദ്ധ വേദപുസ്തകം 66 പുസ്തകമുണ്ടെന്ന് നമുക്കറിയാം. അതിൽ 39 പുസ്തകം പഴയ നിയമവും 27 പുസ്തകം പുതിയ നിയമവുമാണ്. അങ്ങനെ 66 പുസ്തകമുള്ളത് വിശുദ്ധ വേദപുസ്തകം. അത് സത്യവേദ പുസ്തകമാണ്. അത് മുഴുവനും വിശ്വാസയോഗ്യമാണ്. ഇന്ന് പലരും പറയുന്നുണ്ട്, ഇന്ന് പുതിയ തലമുറയിൽപ്പെട്ട സുവിശേഷകന്മാർ എന്ന് പറയുന്നവർ പോലും പറയുന്നുണ്ട്, പഴയ നിയമം ഇനി ആവശ്യമില്ല, നമ്മൾ പുതിയ നിയമത്തിന്റെ വക്താക്കളാണ്, പഴയ നിയമം കീറിക്കളയുക എന്ന് വരെ പറഞ്ഞ വ്യക്തികളുണ്ട്. ഞാൻ അതിനെ അംഗീകരിക്കുന്ന ഒരാളല്ല. കാരണം അവർ പറയുന്നത് യേശുക്രിസ്തു വന്നു, ഇനിയും പഴയത് വേണ്ട എന്നാണ് പറയുന്നത്. എന്നാൽ വിശുദ്ധ വേദപുസ്തകം 66 പുസ്തകവും അതിലെ വിശ്വാസയോഗ്യമായ പുസ്തകമാണ്. ഈ പുസ്തകം വായിച്ചു കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവനും കേട്ടത് അനുസരിക്കുവാൻ തയ്യാറാകുന്നവനും ഒരുപോലെ അനുഗ്രഹിക്കപ്പെടുമെന്നുള്ളതും ഈ പുസ്തകത്തിനകത്ത് ഒന്നുപോലും കുറയ്ക്കുവാൻ അനുവാദമില്ലാത്തതുമാണ്. കുറച്ചാൽ അതിൽ അനുഗ്രഹത്തിന്റെ അവകാശത്തിൽ നിന്ന് കുറവ് വരുമെന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ ശക്തമായി വിളിച്ചു പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് പഴയ നിയമം, അതെ 39 പുസ്തകം അടങ്ങിയ പഴയ നിയമം വേണ്ട എന്ന് പലരും പറയുന്നത്? അവർ പറയുന്നത് അതിനകത്ത് യേശുക്രിസ്തുവിനെ കാണുന്നില്ല എന്നതാണ്. യേശുക്രിസ്തുവിനെ അതിനകത്ത് കാണുന്നില്ല, അതുകൊണ്ട് പഴയ നിയമം വേണ്ട എന്ന് പറയുന്നു, പുതിയ നിയമത്തിലേക്ക് പോകാൻ പറയുക. എന്നാൽ ദൈവത്തിന്റെ വചനത്തിൽ 39 പുസ്തകത്തിനകത്തും യേശുക്രിസ്തുവുണ്ട്. വളരെ ആഴമായി നമ്മളത് ഗ്രഹിക്കാത്തത് കൊണ്ടാണ് നമുക്ക് മനസ്സിലാകാത്തത്. ഓരോ പുസ്തകം ഉൽപ്പത്തി മുതൽ മലാക്കി വരെയുള്ള പഴയ നിയമത്തിലെ 39 പുസ്തകങ്ങളിൽ ഓരോ പുസ്തകത്തിനകത്തും മറഞ്ഞിരിക്കുന്നത് യേശുക്രിസ്തുവാണ്. അതിന് നിഴലെന്ന് പറയും. ആ നിഴലായി നിൽക്കുന്നത് യേശുക്രിസ്തുവാണ്. ഓരോ പുസ്തകത്തിനകത്തോടെയും നമുക്ക് യേശുക്രിസ്തുവിന്റെ സാന്നിധ്യവും ശക്തിയും മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് പുസ്തകമൊന്നും വേണ്ട എന്ന് പറയുന്ന ആ പ്രവൃത്തിയിലേക്ക് നമ്മൾ പോകരുത്. വിശുദ്ധ വേദപുസ്തകം സത്യവേദ പുസ്തകമാണ്, അത് വിശ്വാസയോഗ്യമാണ്. ആ 66 പുസ്തകങ്ങൾ നമ്മുടെ പിതാക്കന്മാരുടെ കാലം മുതൽ നമ്മുടെ കരകളിൽ ലഭ്യമായിട്ടുള്ളത്, അത് ചേർത്ത് പിടിച്ചുകൊണ്ട് അത് വായിച്ച് അത് ധ്യാനിച്ച് മുൻപോട്ട് പോകുന്നവനെ കുറിച്ച് പറയുന്നത് അവൻ ഭാഗ്യവാനെന്നാണ്. ഈ 66 പുസ്തകങ്ങളെ അല്ലെങ്കിൽ 39 പുസ്തകങ്ങൾ പഴയ നിയമത്തിലേക്ക് നമ്മൾ ഇറങ്ങി വരാം. ഒറ്റ വാക്കിൽ അതിനകത്തെക്കുറിച്ച്, അതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന മറഞ്ഞിരിക്കുന്ന നിഴലായിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഒന്ന് വരച്ച് കാണിച്ചിട്ട് നമ്മൾ മുൻഭാഗത്തേക്ക് വരാൻ ആഗ്രഹിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് സ്ത്രീയുടെ സന്തതി എന്ന് പറയുന്നത് യേശുക്രിസ്തുവിനെയല്ലേ? അപ്പൊ യേശുക്രിസ്തു ഉൽപ്പത്തിയിൽ ഇല്ല എന്ന് പറയാൻ പറ്റുമോ? ഉൽപ്പത്തി പുസ്തകത്തിൽ 3-ാമത്തെ സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കുമെന്നുള്ള വാഗ്ദത്ത ദൂത് അതിൽ മറഞ്ഞിരിക്കുന്നത്, അതിൽ നിഴലായിരിക്കുന്നത് യേശുക്രിസ്തുവല്ലേ? ആ വാഗ്ദത്ത ശക്തിയല്ലേ പുതിയ നിയമത്തിൽ വെളിപ്പെട്ട പിശാചിന്റെ കയ്യിൽ നിന്ന് ആയുധവർഗം പിടിച്ചു വാങ്ങിച്ചവന്റെ തലയെ തകർത്ത് ജയാഘോഷം ഉണ്ടാക്കി കൊടുത്ത, അല്ലെങ്കിൽ ദൈവസഭയ്ക്ക് ആഘോഷിക്കാൻ വകയുണ്ടാക്കി കൊടുത്ത യേശുക്രിസ്തു ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിലല്ലേ? പുറപ്പാട് പുസ്തകത്തിൽ പെസഹ കുഞ്ഞാടായിട്ട് യേശുക്രിസ്തുവില്ലേ? ഉൽപ്പത്തി പുസ്തകത്തിൽ സ്ത്രീയുടെ സന്തതി എന്ന് പറയുന്നത് യേശുക്രിസ്തുവാണ്.
പുറപ്പാട് പുസ്തകത്തിൽ പെസഹ കുഞ്ഞാണെന്ന് പറയുന്നത് യേശുക്രിസ്തുവാണ്. ലേവ്യ പുസ്തകത്തിൽ നീതിയുടെ പ്രമാണമെന്ന് പറയുന്നത് യേശുക്രിസ്തുവാണ്. സംഖ്യാപുസ്തകത്തിൽ അടിക്കപ്പെട്ട പാറ എന്ന് പറയുന്നത് യേശുക്രിസ്തുവാണ്. ആവർത്തന പുസ്തകത്തിൽ വരുവാനുള്ള പ്രവാചകൻ എന്ന് പറയുന്നത് യേശുക്രിസ്തുവാണ്. യോശുവയുടെ പുസ്തകത്തിൽ മുഖ്യ സൈന്യാധിപൻ എന്ന് പറയുന്നത് യേശുക്രിസ്തുവിനെയാണ്. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നീതിയുള്ള ന്യായാധിപതി എന്ന് പറയുന്നത് യേശുക്രിസ്തുവിനെയാണ്. രൂത്തിന്റെ പുസ്തകത്തിൽ എന്റെ വീണ്ടെടുപ്പുകാരൻ എന്ന് പറയുന്നത് യേശുക്രിസ്തുവിനെയാണ്. ശമൂവേലിന്റെ പുസ്തകം മുതൽ ദിനവൃത്താന്ത പുസ്തകം വരെ യഹൂദന്മാർ കാത്തിരിക്കുന്ന മെശിഹ എന്ന് പറയുന്നത് യേശുക്രിസ്തുവാണ്. നെഹമ്യാവിന്റെ പുസ്തകത്തിൽ പുതുക്കി പണിയുന്നവൻ എന്ന് പറയുന്നത് യേശുക്രിസ്തുവിനെ കുറിച്ചാണ്. യെസ്രായുടെ പുസ്തകത്തിൽ അയക്കപ്പെട്ടവൻ എന്ന് പറയുന്നത് യേശുക്രിസ്തുവിനെ കുറിച്ചാണ്. യെസ്രയുടെ പുസ്തകത്തിൽ ഏകമധ്യസ്ഥൻ എന്ന് പറയുന്നത് യേശുക്രിസ്തുവിനെ കുറിച്ചല്ലേ? ഇയ്യോബിന്റെ പുസ്തകത്തിൽ എന്റെ വീണ്ടെടുപ്പുകാരൻ അവൻ സ്വർഗത്തിൽ ഇരിക്കുന്നു എന്ന് പറയുന്നത് അപ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ചാണ്. സങ്കീർത്തനത്തിൽ സർവർക്കും സർവം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിനെ കുറിച്ചാണ്. സദൃശ്യവാക്യങ്ങളുടെ പുസ്തകത്തിൽ സർവജ്ഞാനം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിനെ കുറിച്ചാണ്. സഭാപ്രസംഗിയുടെ പുസ്തകത്തിൽ സർവജ്ഞാനി എന്ന് പറയുന്നത് യേശുക്രിസ്തുവിനെ കുറിച്ചാണ്. ഉത്തമഗീതത്തിനകത്ത് 10,000 സുന്ദരനായ ആത്മമണവാളൻ എന്ന് പറയുന്നത് യേശുക്രിസ്തുവിനെ കുറിച്ചാണ്. യെശയ്യാവിന്റെ പുസ്തകത്തിൽ ദാവീദിന്റെ മുള എന്ന് പറയുന്നത് യേശുക്രിസ്തുവിനെ കുറിച്ചാണ്. യിരെമ്യാവിന്റെ പുസ്തകത്തിൽ നീതിയുള്ള മുള എന്ന് പറയുന്നത് യേശുക്രിസ്തുവിനെ കുറിച്ചാണ്. യെഹെസ്കേലിന്റെ പുസ്തകത്തിൽ പ്രവാചകൻ മനുഷ്യപുത്രൻ എന്ന് പറയുന്നത് യേശുക്രിസ്തുവിനെ കുറിച്ചാണ്. ദാനിയേലിന്റെ പുസ്തകത്തിൽ അടക്കി ഭരിക്കുന്ന കല്ല് എന്ന് പറയുന്നത് യേശുക്രിസ്തുവിനെ കുറിച്ചാണ്. ഹോശയ മുതൽ മലാഖി വരെയുള്ള പുസ്തകങ്ങളിൽ സത്യപ്രവാചകൻ എന്ന് വിളിച്ചു പറയുന്നത് യേശുക്രിസ്തുവിനെ കുറിച്ചാണ്. എന്നെ കേൾക്കുന്ന എന്റെ സ്നേഹിതരെ, പഴയ നിയമത്തിൽ 39 പുസ്തകത്തിലും യേശുക്രിസ്തുവുണ്ട്. ആ പുസ്തകത്തിനകത്തേക്ക് നിങ്ങൾ ഇറങ്ങിയാൽ യേശുക്രിസ്തുവിനെ നിങ്ങൾക്ക് ശക്തമായി വ്യക്തമായി കാണുവാൻ കഴിയും. അതുകൊണ്ട് ആരെങ്കിലും പഴയ നിയമം വേണ്ട എന്ന് പറയുമ്പോൾ അതിനോട് ചേർന്ന് നിൽക്കുവാനല്ല, അതിനകത്ത് വെളിപ്പെടുന്ന യേശുക്രിസ്തുവിനെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുവാൻ ദൈവം വചന പഠന കേൾവി നമുക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം 27 പുസ്തകം പുതിയ നിയമമാണ്. അതിലെ ആദ്യത്തെ 4 സുവിശേഷങ്ങൾ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, ഈ 4 സുവിശേഷങ്ങളിൽ യേശുക്രിസ്തുവിന്റെ ജനനം, യേശുക്രിസ്തുവിന്റെ ജീവിതം, യേശുക്രിസ്തുവിന്റെ മരണം, യേശുക്രിസ്തുവിനെ അടക്കുന്നത്, യേശുക്രിസ്തുവിന്റെ ഉയർപ്പ്. അപ്പോൾ ഈ സുവിശേഷങ്ങൾ 4 സുവിശേഷങ്ങൾ നമ്മൾ കാണുന്നത് യേശുക്രിസ്തുവിന്റെ ജനനവും ജീവിതവും മരണവും അടക്കവും ഉയർപ്പാണ്. എന്നാൽ നമ്മൾ പഠിക്കാൻ പോകുന്ന 5-ാം പുസ്തകം അപ്പോസ്തല പ്രവൃത്തികൾ. ഇത് ബൈബിളിലെ 44-ാമത്തെ പുസ്തകമാണ്. ബൈബിളിലെ 44-ാമത്തെ പുസ്തകം. 39 പുസ്തകം പഴയ നിയമം, അതിനുശേഷമുള്ള 4 പുസ്തകം സുവിശേഷം, അതിനുശേഷമുള്ള 5-ാം പുസ്തകം എന്ന് പറഞ്ഞാൽ ബൈബിളിലെ വിശുദ്ധ വേദപുസ്തകത്തിലെ 44-ാമത്തെ പുസ്തകമാണ് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം. ഈ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ 28 അധ്യായമുണ്ട്. 28 അധ്യായം എന്ന് പറയുന്നത് അപ്പോസ്തലന്മാരുടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചെയ്തെടുത്ത പ്രവൃത്തികൾ 40 വർഷത്തെ അവരുടെ ചരിത്രമാണ് 28 അധ്യായങ്ങൾ നമ്മൾ കാണുന്നത്. ഈ ദിവസങ്ങൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് വേഴ്സായിട്ടല്ല, ഓരോ വചനവും എടുത്തല്ല നമ്മൾ പഠിക്കുന്നത്. ഓരോ ഭാഗത്തെ തിരിച്ച് ഏകദേശം അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തെ 4ആയിട്ട് തിരിച്ച് നമ്മൾ ഒരുമിച്ച് പഠിക്കാൻ പോകുകയാണ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പഠനമായിരിക്കും ഇത്. അതുകൊണ്ട് ദൈവമക്കൾ വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കണം. 1 വർഷം നീണ്ടു നിൽക്കുന്ന പഠനമാണ്. ഒരൊറ്റ പഠനം പോലും ഒരു ദിവസം പോലും നമ്മൾ മുടക്കാൻ പാടില്ല. അത് മാത്രമല്ല, ഇപ്പോൾ ഞാൻ ഈ പഠിപ്പിക്കുന്ന വിഷയം നിങ്ങൾക്ക് ഞങ്ങളുടെ വെബ്സൈറ്റിന്റെ അഡ്രസ് ഞങ്ങൾ പിന്നീട് തരും. വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഓഡിയോ ആയിട്ടും വീഡിയോ ആയിട്ടും നിങ്ങൾക്ക് ലഭ്യമാകുന്നതായിരിക്കും. അതുകൊണ്ട് നിർബന്ധമായും ഈ പഠനത്തിൽ കൂടെ നിന്ന് സഹകരിക്കുവാൻ ദൈവനാമത്തിൽ ഞാൻ ഓർപ്പിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം ബൈബിളിലെ 44-ാമത്തെ പുസ്തകമാണ് നമ്മൾ പറഞ്ഞല്ലോ. ഇതിന്റെ എഴുത്തുകാരൻ ലൂക്കോസാണ്. ലൂക്കോസിനെ കുറിച്ച് നമുക്കറിയാം. പൗലോസിന്റെ കൂടെ ശുശ്രൂഷ ചെയ്ത ഒരു ദൈവത്തിന്റെ ദാസനാണ്. പൗലോസിന്റെ കൂടെ നടന്ന ഒരു ദൈവദാസൻ. നമുക്കറിയാം, മോശയുടെ കൂടെ യോശുവ നടന്നതുപോലെ പൗലോസിന്റെ കൂടെ തന്റെ മിഷണറി യാത്രകളിലെല്ലാം ശുശ്രൂഷകളിലെല്ലാം കൂടെ നടന്ന ഒരു ദൈവദാസനായിരുന്നു ലൂക്കോസ്. അദ്ദേഹം ഒരു വൈദ്യനായിരുന്നുവെന്ന് നമുക്ക് അറിയാവുന്ന വിഷയമാണ്.
അദ്ദേഹം എഴുതിയ പുസ്തകമാണ് ലൂക്കോസിന്റെ സുവിശേഷം, അപ്പോസ്തല പ്രവൃത്തി. ഈ 2 പുസ്തകമാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. ഈ ലൂക്കോസ് അപ്പോസ്തല പ്രവൃത്തി എഴുതിയത് തെയോഫിലോസ് എന്ന് പറയുന്ന ഒരു ക്രിസ്തു വിശ്വാസിക്ക് വേണ്ടിയാണ് എഴുതിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പേരിലാണ് ഈ പുസ്തകം എഴുതി കൊടുത്തത്. തെയോഫിലോസ് എന്ന് പറയുന്ന ഒരു ക്രിസ്തു വിശ്വാസിക്കാണ് എഴുതി കൊടുത്തത്. ഇതിനകത്ത് പ്രധാനപ്പെട്ട അധ്യായം 28 അധ്യായം എന്ന് നമ്മൾ പറഞ്ഞല്ലോ. ആ 28 അധ്യായങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യായം എന്ന് പറയുന്നത് 2-ാം അധ്യായമാണ്. കാരണം 2-ാം അധ്യായത്തിലാണ് വാഗ്ദത്തവും വാഗ്ദത്ത നിവർത്തിയുമുള്ളത്. എന്താ വാഗ്ദത്തം? 1-ാം അധ്യായം അതിന്റെ 8-ാം വാക്യത്തിനകത്ത് കൊടുത്തിരിക്കുന്ന പ്രധാനപ്പെട്ട കുറിവാക്യം, അല്ല, നിങ്ങൾ യെരൂശലേമിൽ കാത്തിരിക്കണം, കാത്തിരുന്ന് ശക്തി പ്രാപിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും, നിങ്ങൾക്ക് ശക്തി ലഭിച്ചിട്ട് നിങ്ങൾ യെരൂശലേമിലും യഹൂദിയിലും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷ്യം വഹിക്കണം. ഇതാണ് കുറിവാക്യം. കീ വേർഡ് എന്ന് പറയുന്നത് 1-ാം അധ്യായം 8-ാം വാക്യമാണ്. കീ ചാപ്റ്റർ എന്ന് പറയുന്നത് 2-ാം അധ്യായമാണ്. അപ്പോൾ 1-ാം അധ്യായം അതിന്റെ 8-ാം വാക്യത്തിനകത്ത് ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്, നിങ്ങൾ കാത്തിരിക്കുന്ന നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് വരും. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിക്കും. ശക്തി ലഭിച്ചു കഴിഞ്ഞാൽ യെരൂശലേമിലും യഹൂദിയിലും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷ്യം വഹിക്കും. ഇതിനെ ദൈവസഭയെ കുറിച്ചുള്ള വാഗ്ദത്തമിത, ഒരു ക്രിസ്തു വിശ്വാസിയെ സംബന്ധിച്ച വാഗ്ദത്തമിത, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് ശക്തിയോടുകൂടി യേശുക്രിസ്തുവിനെ അറിയിക്കുക. ദേശങ്ങൾ ഭാഷകൾക്കപ്പുറമായി ദേശങ്ങൾ പോയി ഇത് പറയുക എന്നുള്ളതാണ് ഒരു ക്രിസ്തു വിശ്വാസിയെ സംബന്ധിച്ചുള്ള ഏറ്റവും പരമപ്രധാനമായ കാര്യം. സഭയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പരമപ്രധാനമായ കാര്യം പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം, ശക്തി ലഭിക്കണം, എന്നിട്ട് അറിയിക്കണം യേശുവിനെ. ഈ വിഷയമാണ് 1-ാം അധ്യായം 8-ാം വാക്യത്തിൽ കുറിവാക്യം, അല്ലെങ്കിൽ അപ്പോസ്തല പ്രവൃത്തിയിലെ കീ വേർഡ് എന്ന് പറയുന്നത്. അപ്പോസ്തല പ്രവൃത്തി 1-8. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായമാണ് പ്രധാനപ്പെട്ട അധ്യായം. 28 അധ്യായങ്ങളിലെ എല്ലാ അധ്യായവും പ്രധാനപ്പെട്ടതാണെങ്കിലും ഏറ്റവും പരമപ്രധാനമായ അധ്യായം എന്ന് പറയുന്നത് 2-ാം അധ്യായമാണ്. കാര്യം എന്താ? അതിനകത്താണ് വാഗ്ദത്തവും വാഗ്ദത്ത നിവർത്തിയും. എന്താ വാഗ്ദത്തം? പരിശുദ്ധാത്മാവ്. വാഗ്ദത്ത നിവർത്തി എന്താ? കാത്തിരുന്ന എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. ഈ പ്രവൃത്തിയിലൂടെയാണ് തുടർന്നുള്ള 40 അധ്യായങ്ങളിൽ ദൈവസഭയുടെ ചരിത്രം വെളിപ്പെടുന്നത്. 2-ാം അധ്യായത്തിലാണ് സഭ വെളിപ്പെടുന്നത്. ഇതുവരെ യേശു കർത്താവ് ശിഷ്യന്മാരുടെ കൂടെ നടക്കുമ്പോൾ ഒറ്റ പ്രാവശ്യം മാത്രമേ സഭ എന്ന വാക്ക് വെളിപ്പെട്ടിട്ടുള്ളൂ. അതൊരു പ്രാവശ്യം ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ലെന്നൊരു വാഗ്ദത്ത ദൂത് അപ്പോസ്തലന്മാർക്ക് നൽകി. അതല്ലാതെ സഭ എന്നൊരു വാക്ക് യേശു കർത്താവിന്റെ കാലത്ത് പറഞ്ഞിട്ടില്ല, യേശുക്രിസ്തു പറഞ്ഞിട്ടില്ല. എന്നാൽ 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 2-ാം അധ്യായത്തിൽ കൂടി വന്നവരുടെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് അവരെ നിറച്ച ശേഷം അവിടെ ഒരു പ്രസംഗം നടക്കുന്നു. പ്രസംഗത്തിന്റെ കാതൽ ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവായിരുന്നു. ആ യേശുക്രിസ്തുവിനെ യേശുക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിച്ചപ്പോൾ വന്ന ജനം കുത്തുകൊണ്ട് മാനസാന്തരത്തിലേക്ക് വന്ന് അവർ യേശുക്രിസ്തുവിനോട് ചേർന്നു, സഭയോട് ചേർന്നു, ആ കൂട്ടത്തോട് ചേർന്നു. അതൊരു സഭയായി മാറി. 2-ാം അധ്യായത്തിൽ സഭ, അതുകൊണ്ടാണ് 2-ാം അധ്യായം പ്രധാനപ്പെട്ട അധ്യായമാണെന്ന് പറയുന്നത്. 2-ാം അധ്യായം സഭ. 2-ാം അധ്യായത്തിലാണ് മണവാട്ടി സഭ. യേശുക്രിസ്തുവിന്റെ 2-ാമത്തെ വരവിൽ എടുക്കപ്പെടുന്ന കൂട്ടം സഭ. ആ സഭ അവന്റെ മനസ്സിലുണ്ടായിരുന്ന വാഗ്ദത്തം നിവർത്തിയാകുന്നത് 2-ാം അധ്യായത്തിലാണ്. ആ 2-ാം അധ്യായത്തിൽ ആരംഭിച്ച സഭ തുടർന്നങ്ങോട്ട് 40 വർഷം അവരുടെ രാജ്യങ്ങൾ കീഴടക്കി മുൻപോട്ട് പോയ ചരിത്രമാണ് അപ്പോസ്തല പ്രവർത്തികൾ നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്താണ് അപ്പോസ്തല പ്രവർത്തികൾ? യേശുക്രിസ്തുവിന്റെ മേലുള്ള പരിശുദ്ധാത്മാവ് തന്റെ ശിഷ്യന്മാരുടെ മേൽ വന്ന് അവരിലൂടെ പ്രവർത്തിച്ച പ്രവർത്തികളെയാണ് അപ്പോസ്തല പ്രവർത്തികളുടെ എന്ന് പറയുന്നത്. ഒരിക്കൽ കൂടെ ഞാൻ പറയാം, നിങ്ങൾ ഇതിനെ ശ്രദ്ധിക്കണം. യേശുക്രിസ്തുവിന്റെ മേലുണ്ടായിരുന്ന പരിശുദ്ധാത്മാവ് തന്റെ ശിഷ്യന്മാരുടെ മേൽ വന്ന് അവരിലൂടെ പ്രവർത്തിച്ച പ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ, ഈ പ്രവർത്തികൾ, പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തികൾ ആരംഭിച്ചത് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിലല്ല. അപ്പോൾ ആ ഹോളി സ്പിരിറ്റിന്റെ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തികൾ തുടങ്ങിയത് യേശുക്രിസ്തുവിന്റെ കാലത്താണ്. യേശുക്രിസ്തു സുവിശേഷത്തിൽ തുടങ്ങിയ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തികൾ തന്റെ ശിഷ്യന്മാരിലൂടെ അപ്പോസ്തലന്മാരിലൂടെ അപ്പോസ്തല പ്രവർത്തികളിൽ തുടർമാനമായി നടക്കുന്ന കഥയാണ് നമ്മൾ വായിച്ച് കേൾക്കാൻ പോകുന്നത്. ഒരിക്കൽ കൂടെ ഞാൻ പറയാം,
ചിലരൊക്കെ വിചാരിക്കാറുണ്ട് അപ്പോസ്തല പ്രവർത്തികളിലാണ് പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചു തുടങ്ങിയതെന്ന്. അല്ല, ഇത് സുവിശേഷങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ള അത്ഭുതങ്ങൾ, നമ്മൾ കേട്ടിട്ടുള്ള അത്ഭുതങ്ങളെല്ലാം യേശുക്രിസ്തുവിലൂടെ നടന്നതെല്ലാം പരിശുദ്ധാത്മാവിലാണ്. യേശുക്രിസ്തുവിലൂടെ പരിശുദ്ധാത്മാവ് അന്ന് പ്രവർത്തിച്ചത് യേശുക്രിസ്തുവിന്റെ മരണത്തോടുകൂടി അവസാനിച്ചില്ല. യേശുക്രിസ്തുവിന്റെ ഉയർപ്പിന് ശേഷം ആ പരിശുദ്ധാത്മാവ് കാത്തിരുന്ന അപ്പോസ്തലന്മാരുടെ മേൽ വന്ന് അവരിലൂടെ തുടങ്ങിയതും ഇന്നും അനേക ദൈവദാസന്മാരിലൂടെ, ദൈവസഭകളിലൂടെ, നമ്മളിലൂടെ തുടർന്നുകൊണ്ടിരിക്കുന്നതുമായ അനുഭവമാണ് അപ്പോസ്തല പ്രവർത്തികളുടെ അനുഭവം. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ദൈവങ്ങളെ, നീ ഇവിടെ ഇരുന്ന് ഇത് ശ്രദ്ധിക്കുമ്പോൾ തന്നെ നിന്നിലൂടെയും പ്രവർത്തിക്കുന്ന ഒരു പരിശുദ്ധാത്മാവാണോ? നിന്നിലൂടെയും പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അന്ന് അപ്പോസ്തലന്മാരുടെ പ്രവർത്തിച്ച അതേ പ്രവർത്തികൾ നമ്മളിലൂടെയും നമ്മുടെ സഭകളിലൂടെയും പ്രവർത്തിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ ദൈവവചനം പഠിക്കുവാൻ ദൈവനാമത്തിൽ ഞാൻ ഓർപ്പിക്കുകയാണ്. യേശുക്രിസ്തു പ്രവർത്തിച്ചത് പരിശുദ്ധാത്മാവിലാണ്. ആ പരിശുദ്ധാത്മാവ് ഇന്നും ദൈവമക്കളിലൂടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് മറ്റു മതങ്ങളിൽ നിന്ന് വ്യത്യസ്തമെന്ന് പറയുന്നത്. അവരുടെ മത നേതാക്കന്മാർ മരിക്കുമ്പോൾ ആ പ്രവർത്തികൾ അവസാനിക്കുകയാണ്. എന്നാൽ യേശുക്രിസ്തു മരിച്ചപ്പോൾ അവന്റെ പ്രവർത്തികൾ അവസാനിച്ചില്ല. യേശുക്രിസ്തു മരിച്ചിട്ടും ഇന്നും അവന്റെ മക്കളിലൂടെ അവൻ ചെയ്തെടുത്ത പ്രവർത്തികൾ തുടർമാനമായി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമുക്ക് ഒരു ക്രിസ്ത്യാനി എന്ന് പറയുന്നുള്ള അഭിമാനമുള്ളത്. മറ്റു മതങ്ങളിൽ അവരുടെ മതനേതാക്കന്മാർ പല പ്രവൃത്തികളും ചെയ്തിട്ടുണ്ട്. പക്ഷേ അവർ മരിച്ചപ്പോൾ ആ പ്രവൃത്തികളെല്ലാം അവസാനിച്ചു. പിന്നീട് അടുത്തയാൾ ഒരു പുതിയ പ്രവൃത്തി ആരംഭിക്കുക ചെയ്തത്. എന്നാൽ ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം യേശുക്രിസ്തു ചെയ്ത പ്രവൃത്തികൾ യേശുക്രിസ്തുവിന്റെ മരണത്തോടുകൂടി അവസാനിച്ചില്ല. അതിന് കാരണം യേശുക്രിസ്തു മരിച്ചവസാനിച്ചില്ല, അവർ ഉയർത്തെഴുന്നേറ്റു. ഉയർത്തെഴുന്നേറ്റ കർത്താവ് അവൻ ചെയ്തെടുത്ത പ്രവൃത്തികൾ അവന്റെ മക്കളിലൂടെ തുടർമാനമായി ചെയ്യിപ്പിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ നമുക്ക് അയച്ചു തന്നു. ആ പ്രവർത്തികൾ ഇന്ന് ദൈവസഭയിലൂടെയും ദൈവമക്കളിലൂടെയും തുടർമാനമായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, അപ്പോസ്തല പ്രവർത്തികൾ എന്ന പുസ്തകം ഇല്ലായിരുന്നെങ്കിൽ സുവിശേഷം കഴിഞ്ഞ് യേശുക്രിസ്തുവിന്റെ ജനനം, ജീവിതം, മരണം, അടക്കം, ഉയർപ്പ്, ഇതാണ് സുവിശേഷം. ആ സുവിശേഷം കഴിഞ്ഞ് പിന്നീട് നമ്മൾ അപ്പോസ്തല പ്രവർത്തി ഇല്ലാതെ റോമാലേഖനമാണ് നമ്മൾ വായിക്കുന്നതെങ്കിൽ സഭ എങ്ങനെ റോമിൽ വന്നു എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയത്തില്ലായിരുന്നു. അപ്പോൾ സുവിശേഷങ്ങളും റോമാ സഭയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ബ്രിഡ്ജ്, ഒരു പാലമാണ് അപ്പോസ്തല പ്രവർത്തികൾ. സുവിശേഷം വായിക്കുന്ന ഒരു വ്യക്തി അടുത്തത് റോമാലേഖനമാണ് വായിക്കുന്നതെങ്കിൽ യേശുക്രിസ്തുവിന്റെ ഉയർപ്പ് കഴിഞ്ഞ ശേഷം സഭ എവിടെ ആരംഭിച്ചു, എങ്ങനെ ആരംഭിച്ചു, ആ സഭ എങ്ങനെ റോമിൽ വന്നു എന്നൊന്നും തിരിച്ചറിയാൻ കഴിയത്തില്ലായിരുന്നു. എന്നാൽ സുവിശേഷം കഴിഞ്ഞ് യേശുവിന്റെ ഉയർപ്പിന് ശേഷം അപ്പോസ്തല പ്രവർത്തികളിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലുമ്പോൾ 1-ാം അധ്യായത്തിൽ കാത്തിരിക്കണമെന്ന് പറയുന്നു. 1-ാം അധ്യായത്തിന്റെ അവസാനം അല്ലെങ്കിൽ 2-ാം അധ്യായത്തിന്റെ ആദ്യം അവർ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കുന്നു. 2-ാം അധ്യായത്തിന്റെ അവസാനത്തിലേക്ക് വരുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ മേൽ ഇറങ്ങി വരുന്നു. അല്ലെങ്കിൽ അതിന്റെ അവസാനത്തിലേക്ക് വരുമ്പോൾ ആത്മാവിൽ നിറഞ്ഞ അവർ അന്യഭാഷയിൽ സംസാരിക്കുന്നു. അപ്പോൾ ജനം ഓടിക്കൂടുന്നു. അപ്പോൾ അവരുടെ നടുവിൽ നിന്നുകൊണ്ട് ആത്മാവ് നിറഞ്ഞ പുരുഷനായ പത്രോസ് എഴുന്നേറ്റ് പ്രസംഗിക്കുന്നു. പ്രസംഗം കേട്ടവർ കുറ്റുകൊള്ളുന്നു. കുറ്റുകൊണ്ടവർ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുന്നു. അപ്പോൾ മാനസാന്തര അനുഭവത്തെക്കുറിച്ച് പറയുന്നു. ദൈവസഭയുടെ ഉപദേശത്തെക്കുറിച്ച് വെളിപ്പെടുത്തുന്നു. ആ ഉപദേശം സ്വീകരിച്ചുകൊണ്ട് 3000 പേര് അവരോടുകൂടെ ചേർന്നു. അങ്ങനെ സഭ ആരംഭിക്കുന്നു. പിന്നീട് സഭ ഓരോ സ്ഥലങ്ങളിലേക്ക് വ്യാപരിക്കുന്നു. അങ്ങനെ റോമാലേഖനത്തിലേക്ക് വരുമ്പോൾ സഭ റോമിലെത്തുന്നു. നോക്കിയാട്ടെ, അത് ദൈവത്തിന്റെ ആത്മാവ് എത്ര ചന്തവും ഉചിതവുമായിട്ടാണ് പുസ്തകങ്ങളെ അടുക്കും ചിട്ടയുമായി രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന് കണ്ടോ? അടുക്കും ചിട്ടയുമായിട്ട് സുവിശേഷം കഴിയുമ്പോൾ അപ്പോസ്തല പ്രവർത്തികൾ കഴിയുമ്പോൾ ലേഖനങ്ങൾ വളരെ ആത്മാവ് തന്നെ ആ കാര്യങ്ങളെ ക്രമീകരിച്ചിരിക്കുകയാണ്. ഇനി നമ്മുടെ വിഷയത്തിലേക്കൊന്ന് മടങ്ങി വരാം. ഞാൻ പറഞ്ഞല്ലോ, അപ്പോസ്തല പ്രവർത്തികളിലൂടെ അല്ല പരിശുദ്ധാത്മാവ് തന്റെ പ്രവർത്തികൾ ആരംഭിച്ചത് യേശുക്രിസ്തുവിലൂടെയാണ്. പഴയ നിയമത്തിൽ നമുക്കറിയാം, ആത്മാവ് ചില പ്രത്യേകമായ വ്യക്തികളുടെ മേൽ വന്നിട്ടുണ്ട്. ആ സാധാരണക്കാരായ വ്യക്തികളുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വന്നു എന്ന പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്.
ആ വന്നപ്പോൾ അവരെ കൊണ്ട് അസാധാരണമായ പ്രവൃത്തികൾ ചെയ്തെടുപ്പിച്ചതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ പരിശുദ്ധാത്മാവ് ഒരാളുടെ മേൽ സ്ഥിരമായി നിന്നുകൊണ്ട് അതിൽ അത്ഭുത പ്രവർത്തികൾ ആരംഭിച്ചത് യേശുക്രിസ്തുവിലൂടെയാണ്. അനേക വേദഭാഗങ്ങൾ നമുക്ക് വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായം 38-ാം വാക്യം വായിച്ചാൽ, അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായം 38-ാം വാക്യം വായിച്ചാൽ, നസറനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു. ശ്രദ്ധിക്കണേ, അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായം അതിന്റെ 38-ാം വാക്യത്തിനകത്ത് ഇങ്ങനെയാ കൊടുത്തിരിക്കുന്നത്: നസറനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തും. ആ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ച് വായിക്കണം. 10-ാം അധ്യായത്തിനകത്ത് 38-ാം വാക്യം, 10-ാം അധ്യായം 38-ാം വാക്യം ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കാം. നസറനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും ദൈവം അവനോടുകൂടി ഇരുന്നതുകൊണ്ട് അവൻ നന്മ ചെയ്തും പിശാച് ബാധിച്ചവരെല്ലാം സൗഖ്യമാക്കിയും കൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം നിങ്ങൾ അറിയുന്നുവല്ലോ. അപ്പോൾ യേശുക്രിസ്തുവിനോട് ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ കാരണമായത് യേശുക്രിസ്തുവിനെ പിതാവായ ദൈവം പരിശുദ്ധാത്മാവിലും ശക്തിയിലും അഭിഷേകം ചെയ്തു. അപ്പോൾ ശ്രദ്ധിച്ചാട്ട് ഞാൻ പറഞ്ഞ കാര്യം തെളിയിച്ചല്ലോ. അപ്പോസ്തല പ്രവൃത്തിയിലല്ല പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി ആരംഭിച്ചത്. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി ആരംഭിച്ചത് യേശുക്രിസ്തുവിലൂടെയാണ്, സുവിശേഷത്തിലാണ്. പരിശുദ്ധാത്മാവിലും ശക്തിയിലും പിതാവായ ദൈവം യേശുവിനെ അഭിഷേകം ചെയ്തു. തുടർന്ന് യേശുക്രിസ്തുവിലൂടെ അത്ഭുതങ്ങൾ ആരംഭിച്ചു. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 30-ാം വാക്യത്തിൽ അവന്റെ മേൽ നിന്ന് ശക്തി പുറപ്പെട്ടു എന്ന് കാണുന്നു. യേശുക്രിസ്തുവിന്റെ മേൽ നിന്ന് ശക്തി പുറപ്പെട്ടു. ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 19-ാം വാക്യത്തിൽ ശക്തി അവനിൽ നിന്ന് പുറപ്പെട്ട എല്ലാവരെയും സൗഖ്യമാക്കി എന്ന് പറയുന്നു. കണ്ടോ, പ്രവൃത്തി ആരംഭിക്കുന്നത് ശക്തിയിൽ നിന്നാണ്, പരിശുദ്ധാത്മാവിൽ നിന്നാണ്. ലൂക്കോസ് 6:19 പറയുന്നത് ശക്തി അവനിൽ നിന്ന് പുറപ്പെട്ട് എല്ലാവരെയും സൗഖ്യമാക്കി. നമുക്കറിയാം, ലൂക്കോസ് 1-ാം അധ്യായം 35 മുതൽ 37 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ, ലൂക്കോസ് 1-ാം അധ്യായം 35 മുതൽ 37 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ യേശുക്രിസ്തുവിന്റെ ജനനം തന്നെ പരിശുദ്ധാത്മാവിലായിരുന്നു. കന്യകയായ മറിയയുടെ അടുക്കലേക്ക് ഗബ്രിയേൽ ദൂതൻ ഇറങ്ങി വന്ന് പറയുന്നത്, നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും, അവൻ ലോകത്തിന്റെ രക്ഷകനാകൊണ്ട് യേശു എന്ന് പേർ വിളിക്കണം. മറിയ പറയുന്നു, ഞാൻ പുരുഷനെ അറിയാത്തത് അറിയില്ലായതുകൊണ്ട് എങ്ങനെ ഗർഭം ധരിക്കും? ഞാൻ ഇതൊരു പുരുഷനെ അറിഞ്ഞിട്ടില്ല, എങ്ങനെ ഞാൻ ഗർഭം ധരിക്കുമെന്ന് അല്ല. ഒരു സംശയം അങ്ങോട്ട് ചോദിക്കുമ്പോൾ ഗബ്രിയേൽ ദൂതൻ ആവർത്തിച്ച് പറയുന്നു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, അങ്ങനെ നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും. അപ്പോൾ യേശുക്രിസ്തുവിന്റെ ജനനം തന്നെ പരിശുദ്ധാത്മാവിലും ശക്തിയിലുമായിരുന്നു. ദൈവവേദികളെ ശ്രദ്ധിച്ചു കേൾക്ക്, പരിശുദ്ധാത്മാവിലും ശക്തിയിലുമായിരുന്നു യേശുക്രിസ്തുവിന്റെ ജനനം. പിന്നീട് നമുക്കും അറിയാം, ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 21 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ 30-ാമത്തെ വയസ്സിൽ യോർദാനിൽ വെച്ച് അവൻ സ്നാനപ്പെട്ട് കയറി സ്വർഗത്തേക്ക് നോക്കി പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പ്രാവെന്ന പോലെ, പ്രാവായിട്ടല്ല, പ്രാവെന്ന പോലെ ഇറങ്ങി വന്ന് അവനെ നിറച്ചു എന്ന് പറയുന്നു. അപ്പൊ പരിശുദ്ധാത്മാവിൽ അവൻ നിറഞ്ഞു. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 1-ാം വാക്യത്തിലും 4-ാം അധ്യായം 14-ാം വാക്യം വായിച്ചാൽ നമ്മൾ മനസ്സിലാവാൻ കഴിയും, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവൻ. പിന്നീട് 4-ാം അധ്യായം 14-ാം വാക്യത്തിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെ ഗലീലയിലേക്ക് വരുന്ന കാര്യം നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ ദൈവത്തിന്റെ വഴിയിലെ യേശു കർത്താവിനെ കുറിച്ച് നമുക്ക് പഠിച്ചാൽ മനസ്സിലാകുന്നത്, യേശു കർത്താവിന്റെ പ്രവർത്തികൾ മുഴുവൻ പരിശുദ്ധാത്മാവിന്റെ നിറവിലായിരുന്നു. യേശു കർത്താവിന്റെ ജനനം മുതൽ യേശു കർത്താവിന്റെ ഉയർപ്പ് വരെ വെളിപ്പെട്ടു നിന്നത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയായിരുന്നു. പലപ്പോഴും ഈ കാലയളവിൽ പലരും പ്രസംഗിക്കുന്നത്, പലരും പഠിപ്പിക്കുന്നത് ചിലപ്പോഴെങ്കിലും ഞാൻ കേട്ടിട്ടുണ്ട്, ചില അവസരങ്ങളിൽ യേശു സാധാരണ മനുഷ്യരായിരുന്നു, അവന്റെ മേൽ ശക്തി ഇല്ലായിരുന്നു എന്നൊക്കെ പഠിപ്പിക്കുന്നവരെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ വിശുദ്ധ വേദപുസ്തകം പഠിച്ചാൽ ജനനം മുതൽ ഉയർപ്പ് വരെ യേശു കർത്താവിന്റെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഉണ്ടായിരുന്നുവെന്ന് തെളിയിക്കാൻ പറ്റും. ഒരു
സമയത്ത് പോലും ആത്മാവിന്റെ ശക്തി അവരില്ലാതിരുന്നിട്ടില്ല. ജനനത്തിൽ മാത്രമല്ല, കാൽവറി ക്രൂശിൽ കിടക്കുമ്പോൾ തന്നെ ഉപദ്രവിച്ചവര്, തന്നെ നിന്ദിച്ചവര്, തന്നെ അപമാനിച്ചവര് തന്റെ മുമ്പിൽ നിന്ന് ആർത്തട്ടവസിക്കുമ്പോൾ, താൻ ഉപകാരം ചെയ്തു കൊടുത്തവർ പോലും തന്നെ തള്ളിപ്പറയുമ്പോൾ, ദൈവമേ, ആ ക്രൂശിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിച്ച പ്രാർത്ഥന നിങ്ങൾ കേട്ടോ? എന്താ പ്രാർത്ഥിച്ചത്? ഇവർ ചെയ്യുന്നതെന്തെന്ന് ഇവർ അറിയില്ല എന്നുകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. പരിശുദ്ധാത്മാവിന്റെ നിറവില്ലാത്ത ഒരു വ്യക്തിക്ക് അങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റില്ല. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമില്ലാത്ത ഒരു വ്യക്തിക്ക് ക്ഷമയുടെ പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ പറ്റില്ല. പരിശുദ്ധാത്മാവിന്റെ നിറമുണ്ടായിരുന്നതുകൊണ്ടാണ് യേശുക്രിസ്തുവിന് തന്നെ ക്രൂശിക്കാതെ നാർത്തു വിളിക്കുന്ന പുരുഷാരത്തെ കണ്ടുകൊണ്ട് അവരോട് ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കുവാൻ കാരണം യേശുക്രിസ്തുവിന്റെ മേൽ പരിശുദ്ധാത്മാവുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ദൈവവചനം അതിന്റെ അർത്ഥത്തിൽ മനസ്സിലാക്കാതിരിക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ അതിന്റെ കൂടെ നമ്മൾ പോകുന്നത്. ഒരു കാലത്ത് ഒരു പ്രസംഗം ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. പാലും തേനും ഒഴുകുന്ന കനാൻ നാടിനെ കുറിച്ച് ഒരു ദൈവദാസൻ പ്രസംഗിക്കുന്നത് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. പാലും തേനും ഒഴുകുന്ന ദേശം എന്നതിന് അദ്ദേഹം കൊടുത്ത വ്യാഖ്യാനം, ഇസ്രായേലിലെ കറോ പശുകൾ പുല്ലും വൈക്കോലും തിന്ന ശേഷം നടന്നു പോകുമ്പോൾ അകലിൽ നിന്ന് പാൽ ഇറ്റിറ്റ് വീഴുമെന്നും അവിടെ ധാരാളം തേനീച്ചകൾ ഉള്ളതുകൊണ്ട് തേൻ ഇടുമെന്നുമായിരുന്നു അന്ന് ഞാൻ കേട്ട പ്രസംഗം. നിങ്ങളും ചിലപ്പോൾ അങ്ങനെയുള്ള പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. ഇസ്രായേലിലെ പശുക്കൾ പുല്ലും വൈക്കോലും തിന്ന ശേഷം നടന്നു പോകുമ്പോൾ പാല് അതിൽ നിന്നിങ്ങനെ ചെറുത്തിക്കൊണ്ടേയിരിക്കും, ഇറ്റിറ്റ് വീടുകൊണ്ടേയിരിക്കും. അതുപോലെ തേനീച്ചകൾ ഒത്തിരി ഉള്ളതുകൊണ്ട് അവിടെ ഒത്തിരി തേനുണ്ട്. അതുകൊണ്ടാണ് പാലും തേനും ഒഴുകുന്ന കനാനാടെന്ന് പറയുന്നത്. ദൈവപിള്ളരെ, പുസ്തകം വായിക്കുമ്പോൾ, ഇസ്രായേലിന്റെ ചരിത്ര പശ്ചാത്തലങ്ങൾ മനസ്സിലാക്കുമ്പോൾ ആ വേദഭാഗം അങ്ങനെ കൊടുത്തിരിക്കുന്നത് അതൊരു സമൃദ്ധിയുടെ അടയാളമെന്ന ചിഹ്നത്തിലാണ്. അതൊരു സമൃദ്ധിയെക്കുറിച്ചുള്ള ഒരു പ്രയോഗം മാത്രമാണ്. അതല്ലാതെ ഇസ്രായേലിലെ പശുക്കൾ നടക്കുമ്പോൾ ആ പാല് ഒഴുകിക്കൊണ്ടിരിക്കുകയൊന്നുമല്ല. പലപ്പോഴും തിരുവചനം അതിൻ്റെതായ നിലയിൽ വ്യാഖ്യാനിക്കാത്തത് കൊണ്ട് പല രീതിയിലും വ്യാഖ്യാനിച്ച് വശമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നമ്മൾ അടുത്ത ആഴ്ച മുതൽ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിലേക്ക് ഇറങ്ങാൻ പോവുക. ആത്മാവിന്റെ ചലനങ്ങൾ നമ്മുടെ ജീവിതത്തിലും വ്യക്തിപരമായും കുടുംബപരമായും തലമുറയുടെ മേലും സഭയുടെ മേലും ദേശത്തിന്റെ മേലും എങ്ങനെ വെളിപ്പെട്ടു എന്നുള്ളത് ആത്മാവ് തന്നെ പഠിപ്പിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് വളരെ വളരെ ആഗ്രഹത്തോടും പ്രാർത്ഥനയോടും കൂടി ഈ പഠന കേന്ദ്രത്തിലേക്ക് വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ശ്രദ്ധിച്ചാട്ടെ, യേശു കർത്താവിന് വ്യാപരിച്ചത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. യേശു കർത്താവിനെ പ്രവർത്തിച്ചത് പരിശുദ്ധാത്മാവാണ്. അതിന് തെളിവാണ്. ഒരിക്കൽ കൂടി ഞാൻ ആ വേദഭാഗങ്ങൾ വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 10:38. നസറനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിലും ശക്തിയാലും അഭിഷേകം ചെയ്തു. മത്തായി 12:28. യേശു പറയുന്നു, ദൈവാത്മാവിൽ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നു. യേശു പറയുന്ന കാര്യമാണ്, ദൈവാത്മാവിൽ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നു. മർക്കോസ് 5:30. അവന്റെ മേൽ നിന്ന് ശക്തി പുറപ്പെട്ടു. ലൂക്കോസ് 6:19. ശക്തി അവനിൽ നിന്ന് പുറപ്പെട്ട് എല്ലാവരെയും സൗഖ്യമാക്കി. ലൂക്കോസ് 1-ാം 35-37 വായിച്ചാൽ യേശുക്രിസ്തുവിന്റെ ജനനം തന്നെ പരിശുദ്ധാത്മാവിൽ. ലൂക്കോസിൽ സുവിശേഷം 3-ാം 21 മുതൽ 23 വരെയുള്ള ഭാഗങ്ങൾ വായിച്ചാൽ 30-ാമത്തെ വയസ്സിൽ യോർദാനിൽ വെച്ച് അവൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു. ലൂക്കോസ് 4-ാം 1-ാം വാക്യത്തിൽ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവനെ പരിശുദ്ധാത്മാവ് മരുഭൂമിയിലേക്ക് നടത്തുന്നു. ലൂക്കോസ് സുവിശേഷം 4-ാം 14-ാം വാക്യത്തിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെ അവൻ ഗലീലിലേക്ക് മടങ്ങി വരുന്നു. ദൈവത്തിലെ വ്യക്തിപരമായ ജീവിതത്തിൽ പിശാചിനെ തോൽപ്പിക്കാത്ത ഒരാൾക്ക് പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷകനാകുവാനോ പരിശുദ്ധാത്മാവിനെ ശുശ്രൂഷ ചെയ്യുവാനോ സാധ്യമല്ല. എന്തുകൊണ്ടാണ് പരിശുദ്ധാത്മാവിന്റെ പ്രാധാന്യം? ദൈവസഭയിൽ ദിവസങ്ങൾ ഉണ്ടാകണം, ദൈവമക്കൾ ദിവസങ്ങൾ ഉണ്ടാകണം. കാരണം വ്യക്തിപരമായ ജീവിതത്തിൽ പിശാചിന്റെ പ്രവൃത്തികളെ തോൽപ്പിക്കണമെങ്കിൽ
പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം കൂടിയേ തീരൂ. പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇല്ലാത്ത ഒരാൾക്ക് പിശാചിന്റെ പ്രവൃത്തികളെ പരാജയപ്പെടുത്താൻ കഴിയത്തില്ല. ശുശ്രൂഷ ചെയ്യുന്ന ദൈവദാസന്മാരോട് ഞാൻ പറയട്ടെ, വ്യക്തിപരമായ ജീവിതത്തിൽ പിശാചിനെ തോൽപ്പിക്കാത്ത ഒരാൾക്ക് പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷ ചെയ്യുവാൻ സാധ്യമല്ല. പരിശുദ്ധാത്മാവിൽ മാത്രമേ ദൈവസഭയ്ക്ക് യേശുവിന്റെ ശുശ്രൂഷ ചെയ്യുവാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ വ്യക്തികളും സഭകളും ഒരേപോലെ പരിശുദ്ധാത്മാവിന്റെ ശക്തിക്ക് വേണ്ടി കാത്തിരിക്കണം. സഭകൾ പരിശുദ്ധാത്മാവിന്റെ നിറവിലേക്ക് വരണം. വ്യക്തികൾ പരിശുദ്ധാത്മാവിന്റെ നിറവിലായിരിക്കണം. എങ്കിൽ മാത്രമേ ഈ ദേശത്ത്, ദൈവം നമ്മളെ ആക്കിവെച്ച ദേശത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുവാൻ കഴിയത്തുള്ളൂ. ഒരിക്കൽ കൂടെ ഞാൻ അപ്പോസ്തല പ്രവൃത്തികളെ ഒന്ന് തൊട്ട ശേഷം പ്രാർത്ഥിച്ച് ഇന്നത്തെ ഈ പഠനം അവസാനിപ്പിക്കാൻ പോകുകയാണ്. ഇതൊരു ആമുഖം മാത്രമാണ്, ഇൻട്രഡക്ഷൻ മാത്രമാണ്. അടുത്ത ആഴ്ച മുതൽ നമ്മൾ ഓരോ ഭാഗവും എടുത്ത് നമ്മൾ പഠിക്കാൻ പോകുകയാണ്. ഒരിക്കൽ കൂടി ഞാൻ പറയാം, അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 28 അധ്യായമുണ്ട്. യേശുക്രിസ്തുവിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ച പ്രവർത്തികൾ, തനിക്ക് ശേഷം തന്റെ മക്കളാകുന്ന ദൈവമക്കളിലൂടെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്ന പ്രവർത്തികളാണ് അപ്പോസ്തല പ്രവർത്തികൾ. അല്ലെങ്കിൽ അപ്പോസ്തലന്മാരുടെ തന്റെ ശിഷ്യന്മാരിലൂടെ പ്രവർത്തിച്ച പ്രവർത്തികളാണ് അപ്പോസ്തല പ്രവർത്തികൾ. ആ പ്രവർത്തികൾ 40 വർഷത്തെ ദൈവസഭയുടെ ചരിത്രമാണ് അപ്പോസ്തല പ്രവർത്തികളിലൂടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 1-ാം അധ്യായം 8-ാം വാക്യമാണ് അപ്പോസ്തല പ്രവർത്തികളിലെ പ്രധാനപ്പെട്ട വാക്യം. ശക്തി ലഭിച്ചിട്ട് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദിയിലും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷ്യം വഹിക്കും. ഇതാണ് കുറിവാക്യം. ആ വാക്യത്തെ അടിസ്ഥാനമാക്കി 4ആയിട്ട് വിഭജിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇത് 1-ാം അധ്യായം 8-ാം വാക്യമായ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദിയിലും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷ്യം വഹിക്കുമെന്നുള്ള ആ കുറിവാക്യത്തിൽ നിന്നുകൊണ്ട് ആ കുറിവാക്യത്തെ 4ആയി ഡിവൈഡ് ചെയ്ത് 4ആയി വിഭാഗിച്ച് നമ്മൾ പഠിക്കാൻ പോവുക. 1-ാം അധ്യായം 1 മുതൽ 2-ാം അധ്യായം 4 വരെ ഇൻട്രഡക്ഷൻ അല്ലെങ്കിൽ ആമുഖം. ഒരിക്കൽ കൂടെ പറയാം, 1-ാം അധ്യായം 1 മുതൽ 2-ാം അധ്യായം 4 വരെ ഇൻട്രഡക്ഷനാണ്, ആമുഖമാണ്. 2-ാം അധ്യായം 5 മുതൽ 8-ാം അധ്യായം 3 വരെ സഭ യെരൂശലേമിൽ. 2-ാം അധ്യായം 5 മുതൽ 8-ാം അധ്യായം 3 വരെ സഭ യെരൂശലേമിൽ. 3-ാമത്തെ വിഭജനം 8-ാം അധ്യായം 4 മുതൽ 11-ാം അധ്യായം 18 വരെ സഭ യഹൂദിയിലും ശമരിയിലും. 8-ാം അധ്യായം 4 മുതൽ 11-ാം അധ്യായം 18 വരെ സഭ യഹൂദിയിലും ശമരിയിലും. 4-ാമത്തെ വിഭജനം 11-ാം അധ്യായം 19-ാം വാക്യം മുതൽ 28-ാം അധ്യായം 31-ാം വാക്യം വരെ സഭ ലോകത്തിൽ എല്ലായിടത്തും. ഇങ്ങനെ 4 ഭാഗമായിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇത് 1 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു പഠനമാണ്. ഓരോ ഭാഗവും എടുത്ത് അതിന്റെ ആഴത്തിലേക്ക് ഇറങ്ങി ആത്മാവ് പറക്കി എടുത്തു തരുന്ന കാര്യങ്ങൾ നമ്മൾ ഒരുമിച്ച് ഷെയർ ചെയ്യാൻ പോകുക. അതുകൊണ്ട് തന്നെ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ്, പ്രധാനപ്പെട്ട ഒരു പഠനമാണ്. ഒരിക്കൽ കൂടെ ഞാൻ വിഭജനം ഒന്നുകൂടെ പറയാം. 1-ാം അധ്യായം 8-ാം വാക്യത്തിൽ നിന്നുകൊണ്ട് 28 അധ്യായത്തെ 4ആയിട്ട് വിഭജിക്കുന്നു. 1-ാം അധ്യായം 1 മുതൽ 2-ാം അധ്യായം 4 വരെ ഇൻട്രഡക്ഷൻ. 2-ാം അധ്യായം 5 മുതൽ 8-ാം അധ്യായം 3 വരെ സഭ യെരൂശലേമിൽ. 8-ാം അധ്യായം 4 മുതൽ 11-ാം അധ്യായം 18-ാം വാക്യം വരെ സഭ യഹൂദിയിലും ശമരിയിലും. 11-ാം അധ്യായം 19 മുതൽ 28-ാം അധ്യായം 31-ാം വാക്യം വരെ ലോകത്തിൽ എല്ലായിടത്തും. അതിൽ നിന്നുകൊണ്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ 28 അധ്യായത്തിൽ പ്രധാനപ്പെട്ട വ്യക്തികളെന്ന് എടുത്തു പറയാൻ പറ്റുന്നത് 2 പേരാണ്. ഒരിക്കൽ കൂടെ പറയാം, 28 അധ്യായങ്ങളിൽ വ്യക്തികളായിട്ട് എടുത്തു പറയാൻ പറ്റുന്ന പ്രധാനപ്പെട്ടവർ 2 പേരാണ്. അതിൽ ഒന്ന് ആദ്യത്തെ 12 അധ്യായങ്ങളിൽ കാണുന്നത് പത്രോസിനെയാണ്. ആദ്യത്തെ 12 അധ്യായങ്ങളിൽ പത്രോസ് എന്ന് പറയുന്ന അപ്പോസ്തലൻ, അദ്ദേഹത്തിലൂടെ ദൈവം ചെയ്ത പ്രവർത്തികൾ പ്രധാനമായിട്ട്. 9-ാം അധ്യായത്തിൽ പൗലോസ് വന്നെങ്കിലും 13 മുതൽ 28 അധ്യായങ്ങൾ വരെയാണ്
പൗലോസിലൂടെ ദൈവപ്രവർത്തികൾ വെളിപ്പെടുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടെ പറയാം, അപ്പോസ്തല പ്രവർത്തികളിൽ ദൈവത്തിന്റെ ആത്മാവ് വളരെ ശക്തമായി ഉപയോഗിച്ച രണ്ട് വ്യക്തികളെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. അതിനിടയിൽ സ്തെഫാനോസ് വരും, അതിനിടയിൽ ഫിലിപ്പോസ് വരും, അതിനിടയിൽ ദൈവത്തിന്റെ ഡീക്കൻസ് ആയിട്ടുള്ള ചിലരൊക്കെ വരും. എങ്കിലും പ്രധാനപ്പെട്ട രണ്ട് വ്യക്തികൾ പത്രോസും പൗലോസുമാണ്. ആദ്യത്തെ 12 അധ്യായങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് പത്രോസിലൂടെയാണ് പ്രവർത്തിക്കുന്നത്. എന്നാൽ 13-ാം അധ്യായം മുതൽ, 9-ാം അധ്യായത്തിൽ പൗലോസ് രംഗപ്രവേശനം ചെയ്യുന്നെങ്കിലും 13-ാം അധ്യായം മുതൽ 28-ാം അധ്യായം വരെ നമ്മൾ കാണുന്നത് പൗലോസിലൂടെ ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കുന്നതാണ്. അപ്പോൾ ശ്രദ്ധിക്കണമേ, പത്രോസിലൂടെയും പൗലോസിലൂടെയും പ്രവർത്തിക്കുന്ന പ്രവർത്തികൾ നമുക്കത് കാണുവാൻ കഴിയും. അപ്പോൾ ആ ഭാഗത്തു നിന്നുകൊണ്ടാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. പരിശുദ്ധാത്മാവ് വെളിപ്പെട്ടു നിൽക്കുന്ന 28 അധ്യായങ്ങൾ പത്രോസിലൂടെയാണെങ്കിലും സ്തെഫാനോസിലൂടെയാണെങ്കിലും പൗലോസിലൂടെയാണെങ്കിലും ഫിലിപ്പോസിലൂടെയാണെങ്കിലും എല്ലാവരിലൂടെയും പ്രവർത്തിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിത്വം എന്ന് പറയുന്നത്, ശക്തി എന്ന് പറയുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. ആ ശക്തി വ്യക്തികളെ ഉപയോഗിക്കുന്നതായിട്ടാണ് അപ്പോസ്തല പ്രവർത്തികൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അപ്പോൾ ശ്രദ്ധിക്കണമേ, ഇന്നത്തെ പഠനം നമ്മളിവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. നമ്മൾ ചിന്തിച്ച വിഷയം എത്രയേ ഉള്ളൂ, പഠിക്കുക എന്നുള്ളത് പരമപ്രധാനമായ കാര്യമാണ്. കാരണം പുസ്തകത്തിനകത്ത് 123 പ്രാവശ്യം പഠിക്കണമെന്നുള്ള കാര്യങ്ങൾ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അറിയുകയും അറിയിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു ദൈവവിധനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പരമപ്രധാനമായി ദൈവം ആഗ്രഹിക്കുന്നത്. യേശുക്രിസ്തുവിനെ നിങ്ങൾ അറിയണം, യേശുക്രിസ്തുവിനെ നിങ്ങൾ അറിയിക്കണം. അറിയണമെങ്കിൽ നമ്മൾ പഠിക്കണം. ആ പഠനത്തെക്കുറിച്ച് 123 പ്രാവശ്യം പുസ്തകത്തിൽ പറയുന്നുണ്ട്. പഠിക്കുന്നതിനെ കുറിച്ച്, പഠിപ്പിക്കുന്ന അധ്യാപകനെ കുറിച്ച് 68 പ്രാവശ്യം പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിന് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് പഠിക്കുക എന്നുള്ളത്. അതിൽ പുസ്തകം 66 പുസ്തകമുണ്ടെന്നും പഴയ നിയമം 39 പുസ്തകമാണ്, പുതിയ നിയമം 27 പുസ്തകമാണ് നമ്മൾ പഠിച്ചു. പഴയ നിയമത്തിലെല്ലാം യേശുക്രിസ്തു ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ അതിൽ ഓരോ ഭാഗത്തിൽ നിന്ന് എടുത്ത് നമ്മൾ ചിന്തിക്കാൻ ഇടയായി തീർന്നു. അത് അടുത്ത ദിവസങ്ങൾ നമ്മൾ അപ്പോസ്തല പ്രവർത്തികളിലേക്ക് പോകുമ്പോൾ അതിൽ പഴയ നിയമത്തിലെ നിഴൽ പുതിയ നിയമത്തിൽ പൊരുളായി മാറിയ സംഭവങ്ങളൊക്കെ നമ്മൾ വിവരിച്ച് പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ പഠനത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. അല്ലെങ്കിൽ പുസ്തകത്തിന്റെ ആധികാരികതയെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. ഇത് വിശ്വാസയോഗ്യമായ പുസ്തകമാണെന്ന് പറയാൻ കാരണം അത് വ്യക്തികളുടെ ജീവിതത്തിൽ സംബന്ധിച്ച ശരിയും തെറ്റും ഒരുപോലെ എഴുതി ശരിയിലേക്ക് നടക്കുകയും തെറ്റ് ചൂണ്ടിക്കാട്ടി ആ തെറ്റിലേക്ക് പോകാതിരിക്കാൻ ശ്രമിക്കുകയും ചെയ്യണമെന്ന് ഈ പുസ്തകത്തിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നു. അതുപോലെ തന്നെ ഈ പുസ്തകത്തിലെല്ലാം അല്ലെങ്കിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ദൈവദാസന്മാർ പല രാജ്യങ്ങളിൽ ഇരുന്നുകൊണ്ട്, പല ദേശങ്ങളിൽ ഇരുന്നുകൊണ്ട്, രാജാക്കന്മാർ തുടങ്ങി ആട്ടിടയന്മാർ വരെ അല്ലെങ്കിൽ 40-ൽ പരം ആളുകൾ പലയിടങ്ങളിൽ നിന്ന് തിരിച്ചറിയാത്ത പലരും പലയിടങ്ങളിൽ നിന്ന് എഴുതി. എന്നാൽ എല്ലാവരും എഴുതിയത് അല്ലെങ്കിൽ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും എല്ലാം വെളിപ്പെട്ട് നിൽക്കുന്ന യേശു ക്രിസ്തുവിനെ കുറിച്ചാണ്. അതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കാണാതെ പരസ്പരം അറിയാതെ പല രാജ്യങ്ങളിൽ ഇരുന്നുകൊണ്ട് പല ഭാഷകൾക്കാരായിരുന്നവര് പലയിടങ്ങളിൽ രാജാവ് മുതൽ അല്ലെങ്കിൽ ആട്ടിടയൻ വരെ പലയിടങ്ങളിൽ നിന്ന് എഴുതി. പക്ഷെ എഴുതിയത് എല്ലാവരും എഴുതിയത് യേശുക്രിസ്തുവിനെ കുറിച്ചാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു കാര്യം അറിയാം, ഇവരെ കൊണ്ട് എഴുതിപ്പിച്ചത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. അങ്ങനെയാണെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ഇതിലെ ഈ പുസ്തകത്തിനകത്ത് മുഴുവൻ വെളിപ്പെട്ട് നിൽക്കുന്നത് യേശുക്രിസ്തുവാണ്. അതിന്റെ പിന്നിൽ വെളിപ്പെടുത്തിയത് പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഈ പഠനം ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ അടുത്ത ദിവസത്തേക്ക് നമ്മൾ ഒരുങ്ങാൻ തയ്യാറാകുമ്പോൾ തന്നെ ഒരു കാര്യം ഓർത്തുകൊണ്ട് നമുക്ക് പഠിക്കാം. അല്ലെങ്കിൽ ഈ പഠന കേൾവിയിലും പിന്നിൽ പ്രവർത്തിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. അല്ലെങ്കിൽ പഠിക്കുവാൻ പോകുന്ന വിഷയം യേശുക്രിസ്തുവാണ്. പഠന വിഷയം യേശുക്രിസ്തുവും പഠിപ്പിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവുമാണ്. ആരെ ഉപയോഗിക്കുന്നു എന്നുള്ളതല്ല, അല്ലെങ്കിൽ ഇതിന്റെ പിന്നിൽ വ്യാപരിക്കുന്നത് പരിശുദ്ധാത്മാവും പഠിപ്പിക്കുന്നവൻ പരിശുദ്ധാത്മാവും പഠിക്കുന്ന വിഷയം യേശുക്രിസ്തു എന്നുള്ളതാണ്. യേശുക്രിസ്തുവിനെ കുറിച്ച് പഠിക്കുമ്പോൾ നാം അവനെ അറിയുകയാണ്. ആ അറിവ് നമ്മളെ ഉയർത്തുമെന്നാണ് പുസ്തകം പറയുന്നത്. അതുകൊണ്ട് ദൈവമക്കളെ കണ്ണുകളെ അടയ്ക്കാൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക. ഇന്നത്തെ ആമുഖമായിട്ട് ഇൻട്രഡക്ഷനായിട്ട് ഞാൻ നിങ്ങളോട് സംസാരിച്ചതേ ഉള്ളൂ. വളരെ പ്രാർത്ഥനയോടുകൂടി അടുത്ത ദിവസങ്ങളിൽ അടുത്ത ശനിയാഴ്ച ഇതേ സമയത്ത് 9 മുതൽ 10 വരെ നമുക്ക് ദൈവവചനം പഠിക്കുവാൻ നമ്മൾ പറഞ്ഞതുപോലെ 4 ഭാഗങ്ങളായിട്ട് തിരിച്ച് 1-ാം അധ്യായം 1 മുതൽ 2-ാം
അധ്യായം 4 വരെയുള്ള ഇൻട്രഡക്ഷനാണ് നമ്മൾ ആരംഭിക്കുന്നത്. അവിടെ നിന്നുകൊണ്ട് നമ്മൾ ഒരുമിച്ച് പഠിക്കാൻ പോവുകയാണ്. ആത്മാവ് പഠിക്കുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് പ്രവർത്തിക്കും, ശരീരത്തിൽ പ്രവർത്തിക്കും, കുടുംബത്തിൽ പ്രവർത്തിക്കും, തലമുറയിൽ പ്രവർത്തിക്കും, ദൈവസഭയിൽ പ്രവർത്തിക്കും. ഞാൻ പരിപൂർണമായി വിശ്വസിക്കുന്നു. പ്രാർത്ഥനയോടുകൂടി നമുക്ക് കടന്നു വരാം. ഇന്ന് നമ്മൾ ഈ 1 മണിക്കൂർ നമ്മൾ കേട്ടത് ഇന്ന് രാത്രി ആകുമ്പോഴത്തേക്ക് വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ലഭ്യമാകുന്നതായിരിക്കും. www.bethesdaprayerline.com എന്ന ആ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ചെന്നാൽ അത് ഓഡിയോ മെസ്സേജും വീഡിയോ മെസ്സേജും നിങ്ങൾക്ക് ലഭ്യമാകുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കണം. ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. ഈ കേട്ടത് അതിൽ വീണ്ടും വീണ്ടും കേൾക്കുകയും അത് പുസ്തകം വായിച്ച് ധ്യാനിക്കുകയും ഒക്കെ ചെയ്യുക. ഇപ്പോൾ ഞാൻ നിങ്ങളെ സ്നേഹിച്ചുകൊണ്ട് ഞാൻ നിങ്ങളുടെ ഒരു ചെറിയൊരു ഉപദേശം നിങ്ങൾക്ക് തരാം. അല്ലെങ്കിൽ നിങ്ങൾ ദയവായിട്ട് അടുത്ത ശനിയാഴ്ചക്കുള്ളിൽ ഒരു ഹോംവർക്ക് ഞാൻ പറയാൻ പോവുകയാണ്. 1-ാം അധ്യായം 8-ാം വാക്യം നിങ്ങൾ വായിച്ചത് കാണാതെ പഠിക്കണം. കാരണം അതാണ് ഇതിന്റെ കുറിവാക്യം. അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം 8-ാം വാക്യം എല്ലാവർക്കും അറിയാവുന്ന ഒരു വാക്യമാണ്. അറിവില്ലെങ്കിൽ നിങ്ങളത് വായിച്ച് പഠിച്ചുകൊണ്ട് വരണം. അത് ഇപ്രകാരമാണ്: പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിച്ചിട്ട് നിങ്ങൾ യെരൂശലേമിലും യഹൂദിയിലും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷ്യം വഹിക്കും. അതിൽ നിന്നുകൊണ്ടാണ് 4ആയി വിഭജിച്ച് നമ്മൾ ഒരുമിച്ച് പഠിക്കാൻ പോകുന്നത്. കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഇന്ന് പകൽക്കാലം ദൈവവചനവുമായിട്ട് കർത്താവിന്റെ പാദപീഠത്തിൽ ഇരിപ്പാൻ ഞങ്ങളെ സഹായിച്ചതിനായി ഞങ്ങൾ ദൈവത്തോട് നന്ദി പറയുന്നു. കർത്താവെ, അടുത്ത ദിവസങ്ങളിൽ തുടർമാനമായി ദൈവത്തിന്റെ വചനം, അപ്പോസ്തല പ്രവർത്തികൾ, കർത്താവെ, അങ്ങ് ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നപ്പോൾ അങ്ങയിലൂടെ വ്യാപരിച്ച ദൈവപ്രവർത്തിയുടെ പിന്നിൽ പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നല്ലോ. ആ പരിശുദ്ധാത്മാവിലൂടെ അങ്ങ് ചെയ്ത പ്രവർത്തികൾ അങ്ങയ്ക്ക് ശേഷം അങ്ങയുടെ മക്കളാകുന്ന ഞങ്ങളിലൂടെ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കൃപയെക്കുറിച്ച് വീണ്ടും ഒരിക്കൽ കൂടെ അറിഞ്ഞ് അത് അനുഭവിച്ച് കർത്താവ് അത് അറിയിക്കുവാനും അത് പ്രവൃത്തിയിലൂടെ വെളിപ്പെടുത്തുവാനും കർത്താവ് ഞങ്ങളെ സഹായിക്കണം. അത് ഞങ്ങളെന്ന വ്യക്തികളിലൂടെ ദൈവസഭയിൽ വ്യാപരിച്ച് ആത്മാവിന്റെ പ്രവൃത്തിയുടെ ഒരു സഭയായി തീരുവാൻ, ആ സഭ ദേശത്തെ ഇമ്പാക്ട് ചെയ്തിടുവാൻ കർത്താവ് യെരൂശലേം സഭ ആ യെരൂശലേമിനെ പിടിച്ചു വിളിക്കുന്നത് പോലെ കർത്താവ് ഞങ്ങൾ പാർക്കുന്ന പട്ടണത്തിലെ സഭ ആ ദേശത്തെ പിടിച്ചു കുലിക്കുവാൻ, ആത്മാവിനെ ചലിപ്പിക്കുവാൻ കർത്താവെ ഈ ആത്മാവിന്റെ പ്രവൃത്തികളെ കുറിച്ച് പഠിക്കുവാനുള്ള കൃപ ഞങ്ങളുടെ മേൽ പകരുകയും അതേ അവസരത്തിൽ ഞങ്ങൾ പഠിക്കുമ്പോൾ തന്നെ ആത്മാവിന്റെ ശക്തി കൊണ്ട് ഞങ്ങളെ നിറയ്ക്കുകയും ചെയ്യേണ്ടതിനായി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ആഗ്രഹത്തോടെ കർത്താവ് പഠിക്കുവാൻ താല്പര്യപ്പെട്ടു വന്ന ഒരൊറ്റ വ്യക്തിയുള്ളെങ്കിലും കർത്താവെ അവരെ അനുഗ്രഹിക്കണമേ. ഈ വചനത്തിന്റെ ശക്തി അവരുടെ ഹൃദയത്തിനകത്ത് വെളിപ്പെടുത്തണമേ. ഈ അറിവ് കർത്താവെ ക്രിസ്തുവിലൂടെ ഒരു ഉയർച്ചയ്ക്ക് ഒരു ഉണർവിന് കാരണമാക്കി മാറ്റണമേ. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ മുൻപിൽ സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവാം ദൈവമേ, ഞങ്ങളുടെ മേൽ വന്ന് നിറഞ്ഞ് ഞങ്ങളെ ആത്മാവിൽ നടക്കുന്നവരായി ഇരിക്കുവാൻ, ആത്മാവിൽ നടത്തുവാൻ, ആത്മാവിന്റെ പ്രവൃത്തികൾ വെളിപ്പെടുത്തുവാൻ, ആത്മാവിന്റെ ഐക്യത്തിൽ നിലനിർത്തുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ തിരുവചനം പറയുന്നത് പോലെ ഞങ്ങളുടെ പൂരിന്റെ ആയുധങ്ങൾ ജഡികമല്ല, കോട്ടകളെ ഇടിപ്പാൻ ശക്തിയുള്ള ദൈവവചനമാണെന്നും ഹല്ലേലൂയ ഞങ്ങൾക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, അത് പൈശാചിക ശക്തികളോടാണെന്നുള്ള തിരിച്ചറിവ് കർത്താവെ മനസ്സിലാക്കേണ്ടതിന് ദൈവസഭകൾ തമ്മിലല്ല പോരാട്ടമെന്നും ദൈവസഭയ്ക്ക് പോരാട്ടമുള്ളത് പാതാള ഗോപുരത്തോടാണെന്നുള്ള തിരിച്ചറിവ് കർത്താവ് ഈ സഭാ പഠനത്തിലൂടെ അപ്പോസ്തല പ്രവർത്തികൾ 2-ാം അധ്യായത്തിലൂടെ വെളിപ്പെട്ട സഭ, ആ സഭ എന്ന് പറയുന്ന തിരിച്ചറിവ് ഞങ്ങൾക്കുണ്ടാകുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രയർലൈനെ കർത്താവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. കർത്താവ് കടന്നുവന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ ദൈവമക്കളെയും കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് അനുഗ്രഹിക്കുന്നു. കർത്താവ്, ഞങ്ങൾ കേട്ടതുപോലെ ഈ യോബ് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ, സഹോദരി സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവന്റെ അവസ്ഥയ്ക്ക് വ്യത്യാസം വന്നതുപോലെ അവന്റെ മുഖം ആദരിച്ച് അവന്റെ സഹോദരങ്ങളെ, സമസ്തകളെ, അത് സ്നേഹിതരെ കർത്താവ് രക്ഷിച്ചതുപോലെ കർത്താവെ പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥന മുഖാന്തരം കർത്താവെ ആ പ്രാർത്ഥനാ വിഷയങ്ങളിൽ അത്ഭുതവും പ്രാർത്ഥിക്കുന്നവർക്ക് ദൈവീക അനുഗ്രഹവും പ്രാപിപ്പാൻ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ബെഥസ്ദാപ്രയലിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരെ അനുഗ്രഹിച്ചാട്ട് കർത്താവ് ഈ സിറ്റിയിൽ നടക്കുന്ന മറ്റു പ്രയലിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഒക്കെ ആ പ്രയലിനെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അതിൽ കടന്നു വരുന്നവരെല്ലാം അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവ് ഒരു മനസ്സോടെ സഹോദരന്മാരെ പോലെ കർത്താവ് നിന്നുകൊണ്ട് കർത്താവ് ഈ ദേശത്തെ വീണ്ടെടുക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ദൈവസഭകളെയും ദൈവദാസന്മാരെയും ദൈവമക്കളെയും കർത്താവിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിക്കുന്ന കർത്താവ്, ആത്മാവുള്ളത് കൊണ്ടാണല്ലോ ക്രൂശിച്ച ആലവിയ വ്യക്തികളെ നോക്കിക്കൊണ്ട് അവരോട് ക്ഷമിക്കണമെന്ന് അങ്ങ് പറഞ്ഞത്. കർത്താവെ, ആത്മാവിനെ തന്ന് മറ്റുള്ളവരുടെ കുറവുകളെ ക്ഷമിക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തിരുമേനിയുടെ കാര്യങ്ങൾ അടിങ്ങളിൽ ഏൽപ്പിക്കുന്നു. പ്രത്യേക രോഗികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആലവിയ ശാരീരികമായ
കർത്താവ് ബന്ധനത്തിലിരിക്കുന്നവരെ കർത്താവിന്റെ ആത്മാവിന്റെ നിറവിൽ നിന്നുകൊണ്ട് ആ ബന്ധനങ്ങളെ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അടിക്കുകയാണ്. പരിശുദ്ധാത്മാവ് യേശുവിന്റെ മേൽ വന്നപ്പോൾ പിശാചിന്റെ ബന്ധനങ്ങളെ അടിച്ചതുപോലെ ആത്മാവിന്റെ ശക്തിയിൽ നിന്നുകൊണ്ട് ശരീരത്തിൽ നിന്ന് വ്യാപരിക്കുന്ന എല്ലാ രോഗശക്തികളെയും കർത്താവ് ഭൂതശക്തിയുടെ പൂരികളെയും ഭവനത്തോടും കുടുംബ ജീവിതത്തോടും തലമുറയോടും പോരാടി നിൽക്കുന്ന എല്ലാ ബന്ധനങ്ങളെയും യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ ഞങ്ങൾ അടിച്ചു മാറ്റി ദൈവപ്രവർത്തിയിലേക്ക് അവരെ കരം പിടിച്ച് നടത്തുന്നു. അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം വഹിക്കുവാൻ, അനുഗ്രഹിക്കപ്പെട്ട സാക്ഷികൾക്ക് ആ ഒരു ഉടമയായി ചെയ്യുവാൻ കർത്താവരെ സഹായിക്കണം. ഈ സിറ്റിയിൽ നടക്കുന്ന എല്ലാ കൺവെൻഷനിലെയും എല്ലാ മീറ്റിങ്ങുകളെയും കർത്താവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അടുത്ത ആഴ്ചകൾ കാണുവരെയും കൃപയുടെ മറവിൽ ഞങ്ങളെ മറച്ചാട്ട് മഹത്വം മുഴുവൻ കർത്താവ് എടുക്കണം. അതിൽ പഠിച്ച് അറിഞ്ഞ് ഉയർത്തപ്പെടുവാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചാട്ട് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ.